Good evening, everyone. Good evening. Good evening. Good evening, ma'am. Good evening. Good evening, ma'am. Good evening. Good evening. All switch on your camera. എല്ലാരും ക്യാമറ ഓൺ ആക്കിയേ. നിങ്ങൾ എല്ലാ ക്ലാസ്സിലും പറയണോ ക്യാമറ ഓൺ ആക്കണം എന്ന്? യെസ്. എന്താ ഗൗരി എന്താ തിന്നുന്നേ? Cucumber. ആഹോ. Evening ഒന്നും കഴിച്ചില്ല അതാ. ഓ സാരില്ല. ഓക്കെ ഫൈൻ. ദെൻ സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? എന്താ ഇനി അർജന്റീന മാത്രം ബാക്കിയുള്ളതുകൊണ്ടാണ് അർജന്റീന ജേഴ്സി ഇട്ടിരിക്കുന്ന ഗൗരി? അല്ല അങ്ങനൊന്നുമില്ല. ഓക്കെ ഫൈൻ. അതുകൊണ്ടാ. ഓക്കെ. ആയിശ്രീ ഇന്നലെ ക്ലാസ്സിലില്ലാത്ത ആൾക്കാർ ഇന്നുണ്ടോ? ലൈക്ക് എനിബഡി ആയിശ്രീ ഉണ്ടായിരുന്നില്ലല്ലോ? മാം ഇന്നലെ ഉണ്ടായിരുന്നു, പക്ഷെ ഹാഫ് വെച്ചിട്ട് ലീവ് ആവേണ്ടി വന്നു. ഓക്കെ ഫൈൻ. അപ്പൊ ഐശ്വര്യ ബിനീഷ പോയടാ. പോർച്ചുഗലൊക്കെ പോയി. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ? നമുക്കൊരു വേറെ പിടിക്കാം. ഓക്കെ. ഇനി ഹമീദൊക്കെ ഇനി എന്താണ്? ഫാൻ കാണിക്കാണോ വേണ്ടത്? നിന്റെ മുഖം കാണിക്കാണോ വേണ്ട ഹമീദ്? ഹമീദ് ആരോക്ഷനെ സുഖാണോ? യെസ്. എന്തോ നീ അതെങ്ങനെ ചോദിക്കുമ്പോ സുഖാണ് ഹാപ്പി ആയിട്ട് പറഞ്ഞൂടെ നിനക്ക്? ഓ ഇതൊക്കെ എങ്ങനെയാണോ പറയാ? യെസ്. എന്താ അരോക്ഷനെ സ്കൂൾ ചീത്ത കേട്ടോ? എന്താ? സ്കൂളിൽ വഴക്ക് കേട്ടോ? ഇല്ല ഇല്ലല്ലോ. ഇല്ല എന്റെ ഇല്ല. മുഖത്തന്നെ എത്ര ക്ഷീണം. ഒന്നുമില്ല. ഓക്കെ. ഞാൻ പോർച്ചുഗൽ ഫാൻ ആയിരുന്നു, പക്ഷെ പൊട്ടിപ്പോയി. എന്ത് ചെയ്യാനാ? ഓക്കെ. Then Tabasya Basil also switch on your camera. Alphonse. Aditya, Yes, yes. ma'am. How are you, Alphonse? സുഖം. Aditya, സുഖാണോ ആദിത്യ? Yes. Okay. Rayan, എന്താ ഇരുട്ടത്തിരിക്കുന്ന റയാൻ? കറണ്ട് ഇല്ല. Okay, Anita, how are you? Fine, ma'am. Ayana, Gayatri. Okay, so നമ്മളിന്ന് സെഷൻ തുടങ്ങാൻ പോവാണ്. So welcome everyone to 90 plus double power tuition, the world's first learning assurance model. Before we start today's class, let me explain you how this 90 plus double power tuition works. On day one, we'll study the concepts very well, okay? Yes. Okay, so you have to make sure that you understood the concepts very well. Okay, on day two, we'll study the same topics again. Clear? Yes, so I'll ask you a question. You have to answer that. You have to come and prepare. You should come prepared and come. Okay, this will increase your confidence and all. Yes. അപ്പൊ പറഞ്ഞ പോലെ ആരൊക്കെ പഠിച്ചു എന്നല്ലത്? ഇന്നലെ നമ്മളെ ഹ്യൂമൻ ഐയില് പഠിച്ചത് ആരൊക്കെയാണെന്ന് പറഞ്ഞു. ഞാനിപ്പോ ടെസ്റ്റ് ചെയ്യും ആരൊക്കെയാ ആരൊക്കെയാ പഠിച്ചിട്ടില്ല എന്നുള്ളത്. സിൻസിയർ ആയിട്ട് പറയുന്ന കേട്ടോ. ഹമീദ് അഹമ്മദ് പഠിച്ചോ? ഇനിയിപ്പോ ഞങ്ങൾ ഇന്നലെ ഗായത്രി ആൻഡ് ഗൗതം, നിങ്ങൾ ഇന്നലെ ക്ലാസ് അറ്റൻഡ് ചെയ്തില്ല? ഇവിടെ വലിയ പ്രിപ്പറേഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഇന്നലത്തെ ക്ലാസ് ഒക്കെ നന്നായി ശ്രദ്ധിച്ച ആൾക്കാർക്ക് ഒരു കുറച്ചു നേരം ഒന്ന് ഓടിച്ചു നോക്കി യു വിൽ ഗെറ്റ് ഇറ്റ്. അത്രേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. കാരണം ഇത് വലിയ ഡെറിവേഷൻസ് ഒന്നും നമ്മള് ഇന്നലെ പഠിച്ചിട്ടില്ല. ഓക്കെ, സോ നമുക്ക് തുടങ്ങിയാൽ ലെറ്റ് സ്റ്റാർട്ട്.
ഓക്കെ അനെ അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഓരോരുത്തരായിട്ട് ആൻസർ പറഞ്ഞു. ബാക്കിയുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യാന്ന് വെച്ചാല്, അപ്പൊ കഴിഞ്ഞ ദിവസം എക്സാം എടുത്തിയായിരുന്നു. ഓക്കെ, സോ കഴിഞ്ഞ ദിവസം എക്സാമിൽ കുറെ പേർക്ക് ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ട്. ചില പിള്ളേർക്ക് കുറച്ചൊരു എവിടേക്കോ മിസ്സിങ് ആയിട്ടുണ്ട്. അപ്പൊ ഫുൾ മാർക്ക് കിട്ടിയവർക്കൊക്കെ കൺഗ്രാറ്റുലേഷൻസ്, അവർക്കൊക്കെ മനസ്സിലായി. 9 മാർക്സ് 8 മാർക്സ് കിട്ടിയ ആൾക്കാരൊക്കെ എവിടെയാണ് മിസ്റ്റേക്ക് വന്നേന്നുള്ളത് നോക്കുക ആൻഡ് കറക്റ്റ് ഇറ്റ്. ക്ലിയർ? യെസ്. ഇത്രയും കൂടി കുറവ് കിട്ടിയവരുണ്ട്. സോ മേക്ക് ഷുവർ ദാറ്റ് യു അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ് വെൽ. ഓക്കെ, അപ്പൊ എല്ലാവരും വാട്ട് ഇസ് ദ ഡയാമീറ്റർ ഓഫ് ദി ഐബോൾ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ കണ്ടല്ലോ. അതിന്റെ ആൻസർ എല്ലാവരും എഴുതിയേ. എല്ലാവരുടെ നോട്ട്ബുക്കിലും അതിന്റെ ആൻസർ എഴുതുക. എന്നിട്ട് ഞാൻ ഒരാളോട് ചോദിക്കും, എന്തെങ്കിലും സ്പെസിഫിക്കലി ടെൽ മീ ദി ആൻസർ. വേഗം എഴുതിക്കോ. അറോക്സിൻ ആൻസർ അറിയോ? അറോക്സിൻ എത്രയാ? 2.3. ഗായത്രി ഗൗതം നിങ്ങൾ ട്വിൻസ് ആണോ? യെസ്. ഓക്കെ ഫൈൻ. ഇന്നലത്തെ ക്ലാസ് ഇല്ലായിരുന്നു അല്ലേ? യെസ്. പക്ഷെ ഇത് അറിയോ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ? യു നോ അബൌട്ട് ദിസ് ചാപ്റ്റർ? സെക്കൻഡും തേർഡ് ക്വസ്റ്റിന് ആൻസർ അറിയാം, മറ്റേ അറിയില്ല. ഏതാ? ഈ ഡയാമീറ്റർ അറിയത്തില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ യു ഡോണ്ട് നോ വാട്ട് ഇസ് ദ ഡയാമീറ്റർ ഓഫ് ദി ഐബോൾ? ഫസ്റ്റ് 3 ക്വസ്റ്റ്യൻസ് അറിയാം. ഓക്കെ, അത് മതി. ബാക്കി നമുക്ക് പഠിക്കാം കേട്ടോ. നോ പ്രോബ്ലം. ഇനി ഗായത്രി അതൊന്നും മിണ്ടാത്ത. വൈ ഗായത്രി സൈലന്റ്? ഓക്കെ, രണ്ടുപേരും ഒരേ ക്ലാസ്സിലാണോ പഠിക്കുന്നേ? അപ്പൊ നിങ്ങൾക്ക് നല്ല സുഖമല്ലേ പഠിക്കാൻ രണ്ടുപേർക്കും കൂടി ഉള്ളോണ്ട്? ആണോ? ഇല്ല, ഇഷ്ടല്ല ഗൗതമിന്? വൈ ഗൗതം? ശരിക്കും നല്ല കാര്യല്ലേ, രണ്ടുപേരും ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന നല്ലതല്ലേ? അല്ലേ? അല്ല അല്ല അല്ല, അത്ര രസല്ലേ അല്ലേ? ഓക്കെ ഫൈൻ. ഓക്കെ, സോ എല്ലാവരും ഇതിന്റെ ആൻസർ ചെയ്തോ? ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ എല്ലാവർക്കും അത് 2.3 സെന്റിമീറ്റർ എന്നാണോ കിട്ടിയത്? യെസ്. ഓക്കെ, then Ayushri, read the second question. Ayushri, What is the near point of a normal eye? 25 centimeter ആണോ? കറക്റ്റ് ആണ്. നിയർ പോയിന്റ് ഓഫ് എ നോർമൽ ഐ എന്ന് പറയുന്നത് 25 സെന്റിമീറ്റർ ആണ്. ആയുശ്രീ ഇന്നലെ ഉണ്ടായിരുന്നില്ലല്ലോ, സോ ഡോണ്ട് വറി. എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ കുറെ ആൾക്കാർ ഇവിടെ ഉണ്ട് കേട്ടോ. ആയുശ്രീ, നമുക്ക് ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പോ Ayana was there yesterday. No, tell me, Ayana, what was the near point of a human? What do you mean by that term? Near point, near point of the eye is like the this distant vision. It's like of a normal eye. No. Avantika, you have an answer? Avantika Haridas? Yes, ma'am. And then, what do you mean by the near point of a normal eye? What do you mean by that? മാം, ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ ഇല്ലായിരുന്നു. ഇല്ലായിരുന്നു. ഇനി പാർവതി മോഹൻ? The minimum distance at which a person can see the object clearly. Very good. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ആൻസർ പറയേണ്ടത് കേട്ടോ. സോ നിയർ പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ നിയറസ്റ്റ് ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ ഇറ്റ്സ് എ സ്മോൾ നിയറസ്റ്റ് ഡിസ്റ്റൻസ് അല്ലേ? നമുക്ക് ഏറ്റവും ക്ലിയർ ആയിട്ട് നമ്മുടെ ഒബ്ജക്റ്റിനെ കാണാൻ പറ്റുന്ന ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? നിയർ പോയിന്റ് എന്ന് പറയുന്നത്. That's how much? It's 25 centimeter. Okay, Anita, read the third question. What is the far point of a normal eye? Okay, എത്രയാണ് Anita? Infinity. Infinity. So Rania, tell me, what do you mean by this far point? The farthest distance that we can see clearly. Okay, so a far point is the farthest distance at which a person can see the object clearly. അല്ലേ? So farthest distance ആണ് നമ്മൾ എന്താണ് വിളിക്കുന്നത്. അപ്പൊ far point of a human eye എന്ന് പറയുന്നത് എത്രയായിരിക്കും? It's infinity. Clear ആയോ?
യെസ്. ഓക്കെ, അപ്പൊ ഇത്ര നമ്മൾ പഠിച്ചു അല്ലെ? സോ 3 ഓക്കെ. ഡയാമീറ്റർ ഓഫ് ദ ഐബോൾ എന്ന് പറയുന്നത് 2.3 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ദെൻ നിയർ പോയിന്റ് ഓഫ് എ ഹ്യൂമൻ ഐ എന്ന് പറയുന്നത് 25 സെന്റിമീറ്റർ. ഫാർ പോയിന്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? നമ്മുടെ ഇൻഫിനിറ്റി. ഓക്കെ, ഇനി എല്ലാവരും തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോയി ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ ആരാ എനിക്ക് അതിന്റെ ആൻസർ പറഞ്ഞു തരാ? ഓക്കെ, വിൽ സ്റ്റാർട്ട് വിത്ത് ഹമീദ് പറയും. ഹമീദിനെ നല്ല അറിയാം. ഹമീദ് പറഞ്ഞ. ഹമീദെ ഫോർത്ത് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. Explain the function of the following parts of the human eye. ആദ്യം നമ്മുടെ കോർണിയ. എന്താണ് കോർണിയ? It is a thin light enters the eye through a thin membrane. പിന്നെ Transparent bulge on the front of the surface of the eyeballs. എന്തൊക്കെയാ നീ പറയുന്നേ? അരോക്സിൻ അറിയോ? അരോക്സിൻ നീ പറയുന്നത് കറക്റ്റാ, പക്ഷെ എങ്ങോട്ട് പോരാ, കുറച്ചും കൂടി അങ്ങോട്ട് ഉഷാറാവണം കേട്ടോ. ഓക്കെ, അരോക്സിൻ പറഞ്ഞേ. അരോക്സിൻ പറഞ്ഞേ. ടെൽ മീ അരോക്സിൻ. യെസ് യെസ്, അരോക്സിൻ വായിച്ചേ. Refraction incident എന്താണ്? refraction incident light. അങ്ങനെ മാത്രം പറഞ്ഞാ മതിയോ അരോക്സിൻ? The cornea incident light. ഒന്നാമത് നിനക്ക് ഉറക്കം വന്നിട്ട് വയ്യ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ഇല്ല. ഫൈൻ ഫൈൻ. ഓക്കെ ഓക്കെ, സോ പറയുന്നത് കറക്റ്റ്. ഗായത്രി ആൻഡ് ഗൗതം, ഐ തിങ്ക് യു ഡോണ്ട് നോ ദിസ്. അല്ലേ, മനസ്സിലായിട്ടില്ലല്ലോ മക്കൾക്ക്? അറിയില്ലല്ലോ. യെസ്, സോ വിൽ ഡു വൺ തിങ്. വേറെ ആർക്കെങ്കിലും അറിയോ എന്താണ് കോർണിയന്റെയും ഇതിന്റെ ഒക്കെ ഫങ്ഷൻസ് അറിയുന്നവരുണ്ടോ? എനിബഡി ക്യാൻ റേസ് എ ഹാൻഡ്സ് ആൻഡ് ടെൽ മീ. Gaurinath, tell me the answer, Gauri. Cornea, it is the transparent front part of the eye which refracts most of the incoming light rays. Okay. So എന്താണ് ഗൗരിനാഥ പറഞ്ഞ ആൻസർ? എന്താണ് കോർണിയ എന്ന് പറയുന്നത്? എന്താണ്? ലൈറ്റ് enters the eye അല്ലെ, നമ്മുടെ ഐസ് അല്ലെ. ലൈറ്റ് enters the eye through a transparent membrane called എന്താണ്? കോർണിയ അല്ലെ. അപ്പൊ അതങ്ങനെ തന്നെ എഴുതണം കേട്ടോ. അപ്പൊ നമ്മുടെ ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് ലൈറ്റ് എൻ്റർ ചെയ്യുന്ന എങ്ങനെയാണ്? ത്രൂ ആ ട്രാൻസ്പെറന്റ് മെംബ്രെയിൻ ആണ്. മെംബ്രെയിൻ പറയുന്ന പേരെന്താ മക്കളെ? കോർണിയ. ഓക്കെ, അപ്പൊ മെയിൻ ഫംഗ്ഷൻ എന്താ കോർണിയയുടെ? അപ്പൊ അറോക്സിനൊക്കെ പറഞ്ഞപ്പോൾ റിഫ്രാക്ട് ചെയ്യാം അല്ലെ. സോ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ലൈറ്റിനെ റിഫ്രാക്ട് ചെയ്യുക അലോങ് വിത്ത് ദ ലെൻസ്. ക്ലിയർ ആയോ? യെസ്, ക്ലിയർ. മിസ്സേ, അത് ഫംഗ്ഷൻ മാത്രം എഴുതിയാ പോരെ? ഫംഗ്ഷൻ മാത്രം എഴുതിയാൽ പോലെ. ഇപ്പൊ ഫംഗ്ഷൻ മാത്രം എന്താണെന്നും കൂടി എഴുതണം. കാരണം ഈവൻ ഇഫ് ദേ ആസ്കിങ് യു ഫംഗ്ഷൻ ഓൺലി, ബട്ട് ജസ്റ്റ് എന്താണ് അത്? ലൈറ്റ് എൻ്റർ ചെയ്യുന്നു ആ ട്രാൻസ്പെറന്റ് മെംബ്രെയിൻ, അതിന്റെ പേരാണ് കോർണിയ. അങ്ങനെ ജസ്റ്റ് ഒരു ബ്രീഫ് കൊടുക്കുന്നത് ഇറ്റ്സ് ബെറ്റർ. എന്താ ഗൗരിനന്ദ ഒരു കക്കിരി കഴിഞ്ഞില്ലേ? എത്ര നേരായി? ഓക്കെ ഫൈൻ. ഗായത്രി ആൻഡ് ഗൗതം റൈറ്റ് ഡൗൺ ട്ടോ, എഴുതിക്കോളെ. യെസ്, ഓക്കെ. ദെൻ ബേസൽ ഓക്കെ ആണ്? ബേസൽ എഴുതുന്നുണ്ടോ? മുഹമ്മദ് നിഷാൽ എഴുതുന്നുണ്ടോ? നിരഞ്ജൻ? ഓക്കെ ഓക്കെ, വെറുതെ വിളിച്ചതാ. ഇതിൽ വേറെ കുറെ ആൾക്കാരുണ്ട്. ആദിത്യൻ, അനിൽ, അൽഫോൻസ്. അൽഫോൻസെ എഴുതുന്നുണ്ടോ? അൽഫോൻസ്. സേറ ഹനി, എന്താ നീ ക്യാമറ ഓൺ ആക്കാത്തെ? മാം ഓൺ ആണ്.
ആലിയ ഫാത്തിമ കിട്ടിയോ? Yes, ma'am. ശ്രേയസ് ജഗദീഷ് ഇന്നലെ ഉണ്ടായിരുന്നോ? ശ്രേയസ് യെസ്റ്റർഡേ ഉണ്ടായിരുന്നോ? നോ. ഓക്കെ ഓക്കെ ഫൈൻ. ഫർസീൻ, ജോഹാൻ, റയാൻ, നാദ്ശ്രീ ഒക്കെ എവിടെ? ജോഹാൻ ഒക്കെ എവിടെ? ജോഹാൻ ജോയ് ഇന്നലെ തന്നെ വിളിച്ചിട്ടൊന്നും റെസ്പോൺസ് ഇല്ലല്ലോ. ജോഹാൻ, where are you? Are you here? Yes, ma'am. Yes. ഹാരിത്ത്, മുഹമ്മദ് ജഹാൻ, നാദ്ശ്രീ, റയാൻ, ഫർസീൻ ഒക്കെ ഒന്ന് ക്യാമറ ഓൺ ആക്കുക and be active in the class. Okay. ഇനി അടുത്തത് ഇത് എഴുതിയോ? Yes, miss. ഓക്കെ. ഇനി അടുത്ത ആളാണെന്നറിയോ? അടുത്ത ആളാണ് നമ്മുടെ അടുത്ത് പഠിക്കേണ്ടതാണ് ലെൻസ്. എന്താണ് ലെൻസ്? സോ ബേസിൽ ടെൽ മീ വാട്ട് ഇസ് ലെൻസ്? Ma'am, lens is a spherical shaped glass which has two reflecting surface. ഓക്കെ. ഏതാണ്? അല്ല, അത് ഏത് ലെൻസിന്റെ കാര്യം നീ പറയുന്നേ? ഇവരേതോ മറ്റേ ലൈറ്റിന്റെ പഠിച്ച ലെൻസ് ഒക്കെ ഇവിടെ പറയുന്നത്. ഇതായത് ഹ്യൂമണൈന്റെ ലെൻസ് ആണ് ബേസിലെ. നിനക്ക് ചാപ്റ്റർ മാറിയോ? നമ്മൾ ലൈറ്റ് അല്ല പഠിക്കുന്നത്. വി ആർ സ്റ്റഡിങ് ഹ്യൂമൻ ഐ ആൻഡ് കളർഫുൾ വേൾഡ്. ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ പറയാ കോൺവെക്സ് ലെൻസിന്റെ മിസ്സേ. കോൺവെക്സ് ലെൻസിന് 6 റേ ഡയഗ്രം ഉണ്ട്, കോൺകേവ് ലെൻസിന് 2 എണ്ണുള്ള, മൊത്തത്തിൽ 8 റേ. അതൊക്കെ പറയോ നീ ലെൻസ് കഴിക്കുമ്പോ? Okay. Ni അവസാനം ശ്രേയസ് ജഗദീഷ്, if you know the answer, tell me what is a lens? അറിയില്ല. Okay, fine. Sarah Honey, you know the answer? Ma'am, it acts with the cornea to refract light. Okay. So അതൊരു ബെറ്റർ ആൻസർ ആണ്. അപ്പം ലെൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള കോൺവെക്സ് ലെൻസ് ഓഫ് ദി ഐ ആണ്. ഓക്കെ. ബേസിലെ സങ്കടപ്പെടേണ്ട, ബേസിലെ കുഴപ്പമില്ല, നീ വീഡിയോ ഓഫ് ആക്കി പോവണ്ട, പിണങ്ങണ്ട. ഇറ്റ്സ് ഓക്കെ. എന്താണ് ഉണ്ടോ? എന്തായാലും മതി. ഓക്കെ ഓക്കെ. ഇനി ലെൻസ് എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു കോൺവെക്സ് ലെൻസ് ഓഫ് എൻ ഐ ആണ്. ഓക്കെ. ആൻഡ് ദ ലെൻസ് എങ്ങനെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? സിലിയറി ബോഡി ബൈ ലിഗമെന്റ്സ് അല്ലെ. അപ്പൊ ലെൻസ് എന്ത് ചെയ്യും? കോർണിയന്റെ അടുത്ത് ലെൻസ് എന്ത് ചെയ്യും? റിഫ്രാക്ട് ദ ലൈറ്റ്, എന്നിട്ട് സോ ദാറ്റ് ഇറ്റ് ഫോക്കസസ് ഓൺ ദ റെറ്റിന. അവസാനം റെറ്റിനയിൽ വന്നിട്ട് ഫോക്കസ് ആവും. ക്ലിയർ ആയോ? യെസ്. ഇങ്ങനെയാണ് ലെൻസ് കേട്ടോ. Those who were not there yesterday's class, നമുക്ക് അവസാനത്തെ ഒരു 15-20 minutes we'll just revise a day one. Clear? So don't worry. Okay? എഴുതണേ. Write down all this. എന്താ ബേസിലെ ഒരു ചിരി? ഒന്നുമില്ല. Okay, then. റാനിയ നോക്കിയല്ലേ? റാനിയ? യെസ്. അപ്പൊ റാനിയ തന്നെ അടുത്തതിന്റെ ആൻസർ പറഞ്ഞു. വാട്ട് ഇസ് ഐറിസ്? ഐറിസ് എന്താ റാനിയ? Iris is a pigmented part of the eye. Its function is controlling the size of the pupil. Okay. അത് തന്നെയാണോ? ജോഷ്യ, are you here, ജോഷ്യ? എന്താ ജോഷ്യ ഐറിസ് എന്ന് പറയുന്നത്? എന്താണ്? നല്ലൊരു വാക്കല്ലേ ഐറിസ് അല്ലേ? ഇഷ്ടപ്പെട്ടോ? എനിക്ക് കോർണിയാന്ന് ലെൻസ് എന്നൊക്കെ പറയാൻ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട ഒരു വേർഡ് ഐറിസ് ആണ്. അങ്ങനെയാണോ നിങ്ങൾക്കും തോന്നിയേ? നോ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്ക് ഏതാ ഫ്രം ദാറ്റ്? ലെൻസ് എന്ന് ഇഷ്ടപ്പെട്ടെ? ഐറിസ് ഒരാൾക്ക് പേരുണ്ട്. അതാണ്, എനിക്ക് പേരിടും. കോർണിയാന്നൊന്നും ആർക്കും പേരുണ്ടാവില്ലേക്കും അല്ലേ? അതൊന്നും ഉണ്ടാവില്ലേ?
അതാണ് ഐറിസ് ഇസ് എ ബെറ്റർ നെയിം. കാണാൻ കുറച്ച് രസമല്ലേ കേൾക്കാം. മുഹമ്മദ് നിഷാൽ എന്തോ കാര്യമായിട്ട് എന്തോ പറയാൻ ശ്രമിച്ചു. ടെൽ മീ മുഹമ്മദ് നിഷാൽ, നീ ഓപ്പൺ ആയിക്കോ, പറഞ്ഞോ, പറ, ടെൽ മീ എന്താ നിഷാലെ, പറ. I can't hear you. You're on mute. പക്ഷെ കോർണിയ എന്ന് പറഞ്ഞ ഒരു പേരാണ്. കോർണിയ എന്ന് പറഞ്ഞ പേരാ? ആ ആർക്കെങ്കിലും ഉണ്ടോ? നിനക്ക് പരിചയമുള്ളവർക്ക് എല്ലാവർക്കും കോർണിയ എന്നുള്ള പേരുള്ളവരുണ്ടോ? ആ സൗത്ത് ആഫ്രിക്ക എന്ന് പറഞ്ഞ പേരാണ്. ആ അതല്ല, നിനക്ക് അങ്ങനെ സൗത്ത് ആഫ്രിക്കയുടെ കണക്ഷൻ വന്നു നിഷാലെ? ഫുൾ ഡീറ്റെയിൽസ് പറ നിഷാലെ. അവിടെ ചങ്ങായിണ്ട്. ഏത് ചങ്ങായി? ഏത് ചങ്ങായി? ഓന്റെ ഉപ്പ അവിടെയാ ഉള്ളെ. ഓ, അപ്പൊ അവന്റെ പേര് കോർണിയാന്നോ? ഇല്ല, ഓന്റെ പേരല്ല, ഓന്റെ ഉപ്പാന്റെ അടുത്ത് വരുന്നതിന്റെ പേര് കോർണിയ. അവന്റെ ഉപ്പാന്റെ അടുത്ത് വേറൊരുത്തന്റെ പേര് പറഞ്ഞാണോ? നിഷാലെ, നിനക്ക് അതൊക്കെ ഓർമ്മയുണ്ടല്ലേ? ഈ കണ്ണിന്റെ ഐറിസും ലെൻസും കോർണിയും നിനക്ക് ഓർമ്മയുണ്ടാവില്ല അല്ലെ നിഷാലെ? യെസ്. ഓക്കെ, അപ്പൊ ഇത്രയും വളഞ്ഞ വഴിക്ക് അത് ആഫ്രിക്കയിലുള്ള അച്ഛന്റെ ഫ്രണ്ടിന്റെ ഒക്കെ അറിയെങ്കിൽ യു ടെൽ മീ വാട്ട് ഇസ് ഐറിസ് നിഷാൽ. ടെൽ മീ വാട്ട് ഇസ് ഐറിസ്, വാട്ട് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് ഐറിസ്? അത് ഓർമ്മയുണ്ടാവില്ലല്ലോ നിനക്ക്? ഇല്ലല്ലോ. അതാണ്. അപ്പൊ നിന്റെ പ്രശ്നം മനസ്സിലായില്ലേ? ഓക്കെ, ഇനി അടുത്തത്. ഓക്കെ, നെക്സ്റ്റ്. ഇനി അടുത്ത ആരാത് പറയാ? ആദിത്യൻ, യു നോ ദി ആൻസർ ഓഫ് ദിസ്? ഏതപ്പോ നമ്മൾ ചെയ്യുന്നേ? അതിപ്പോ അതിലും വലുതായല്ലോ. ഐറിസ് ആണോ? വേഗം പറ. എന്ത് ലാഗാണോ നിങ്ങള്? വേഗം. ബാക്കിയുള്ളവരൊക്കെ വെയിറ്റിംഗ് ആണ്. ഐറിസ്. Iris adjusts the size of the pupil according to the light entering. Okay. So ആദ്യം നമ്മൾ പറയണം ഐറിസ് എന്ന് പറഞ്ഞ പിഗ്മെന്റഡ് ആയിട്ടുള്ള കളേർഡ് പോർഷൻ ഓഫ് ദി ഐ ആണ്. ഓക്കെ, ഇറ്റ് ഇസ് വിസിബിൾ എക്സ്റ്റേർണലി. മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ് ഐറിസിന്റെ? It is to control the diameter of the pupil according to the light source. Clear? Fine. കോഴിക്കോടുള്ളവർക്ക് സന്തോഷ വാർത്ത പറയട്ടെ, നാളെ സ്കൂളില്ല. എങ്ങനെയുണ്ട്? കോഴിക്കോടുള്ളവർ ആരെങ്കിലും ഉണ്ടോ? കോട്ടയം കോഴിക്കോടൊക്കെ ഭയങ്കര വ്യത്യാസല്ലേ? ഇല്ല, അവധി ഇല്ല. അത് എനിക്കറിയില്ല, കോഴിക്കോട് ഉണ്ട് എന്നുള്ളത്. ഓക്കെ, ഫൈൻ. അപ്പൊ കോഴിക്കോടുള്ളവർ ആരും ഇല്ല? ഇല്ലടാ, കോഴിക്കോട് മാത്രമേ ഉള്ളൂ. നമുക്ക് പറയാം. ആരാ? നിരഞ്ജനോ? നിരഞ്ജൻ കോഴിക്കോടല്ലേ? തപസ്യ കോഴിക്കോടാ? ഗുഡ്. ഓക്കെ, അപ്പൊ നമുക്ക് ലീവാട്ടോ നാളെ. ബാക്കിയുള്ളവരൊക്കെ സ്കൂളിൽ പോണേ. കറക്റ്റ് രാവിലെ തന്നെ എഴുന്നേറ്റ് പൊക്കോളാം കേട്ടോ. ഓക്കെ, ഫൈൻ. ഇനി അടുത്തത്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി അടുത്തത് ഇതാരാ പറയാ? Who will that tell me the answer? ജോഹാൻ ജോയ്ക്ക് ഇതിന് ആൻസർ പറയാൻ പറ്റും? ജോഹാൻ ജോയിനോട് ഞാൻ ചോദിച്ചതാരാ? ജോഹാൻ, യെസ്. ഇനി ആരാ ഉള്ളത്? മുഹമ്മദ് സഹാൻ ഉണ്ടല്ലോ. മുഹമ്മദ് സഹാൻ, വേറെ അറിയോ? മുഹമ്മദ് സഹാൻ, ഹാരിത്ത്, ഫർസീൻ, ആരെങ്കിലും ഉണ്ടോ? നാസ്രി, തപസ്യ, ടെൽ മീ ദി ആൻസർ. ഫിഫ്ത് വണ്ണിന്റെ ആരാത്? ഹു ടോൾഡ്? യെസ്, ഫർസീൻ ആണോ? ഹാരിത്ത്, tell me the answer of Harith. Fifth question answer പറഞ്ഞോ. Read the question and tell me the answer. What is the power of accommodation? Explain how the lens is modified to see both near and distant objects. Very ഭയങ്കര ഇതിലാ പറയുന്നത്. Okay, tell me the answer. ഇതേപോലെ തന്നെ ആൻസറും പോരട്ടെ. So the lens have the power to adjust the focal length, so it can adjust to adjust the focus to near objects and can also adjust to distant objects. This is Okay, power. very good. അത് നല്ലൊരു ആൻസർ. ഗുഡ്. ഇനി അടുത്തത്
Anybody else? Azza, Anwar, you were there yesterday, no? Tell me the answer of that. Azza. Ashtami. Okay, then so ഒരാൾ ഹാൻഡ് റൈസ് ചെയ്തായിരുന്നല്ലോ. Who was that person? Who was that? ആരാ ഹാൻഡ് റൈസ് ചെയ്തേ? Is it Hana? ഹനയാണോ? അല്ല. Okay. So ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് it is the ability അല്ലെ? എന്താണ്? It is the ability of the islands to adjust its focal length. അപ്പൊ നമുക്ക് ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിനെയും നിയർ ബൈ ഒബ്ജക്റ്റിനെയും നല്ല എന്താ പറയാ ക്ലിയർലി കാണാൻ പറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വിൽ അഡ്ജസ്റ്റ് ദ ഫോക്കൽ ലെങ്ത്. സോ നമ്മുടെ കണ്ണിന് എന്തുണ്ട്? വി ഹാവ് ദ എബിലിറ്റി ടു അഡ്ജസ്റ്റ് ദ ഫോക്കൽ ലെങ്ത് ടു സീ ദ നിയർ ബൈ ഒബ്ജക്റ്റ് ആൻഡ് ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ്. അതാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പവർ ഓഫ് അക്കോമഡേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈവൻ ഇഫ് യു കമ്മിങ് ഫോർ 12th എത്തുന്ന സമയത്ത് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഒരു കാര്യം പറയാം, ഈ ഹ്യൂമൻ ഐ ആൻഡ് കളർഫുൾ വേൾഡും ലൈറ്റും രണ്ടും നമുക്ക് 12th കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്നതാണ്. സോ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ട് വരും ഇഫ് യു ഡോണ്ട് നോ ഇറ്റ്. ക്ലിയർ? സോ കറക്റ്റ് ആയിട്ട് പഠിച്ചു പോവാം. ഈ 11th 12th സയൻസ് എടുക്കാൻ ആഗ്രഹമുള്ളവർ ആരൊക്കെയല്ലേ? Who likes to take science? Yes. എല്ലാവർക്കും സയൻസ് എടുക്കാൻ ആഗ്രഹം അല്ലേ? യെസ്. അപ്പൊ സയൻസ് എടുക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ നല്ല വൃത്തിയിൽ പഠിച്ച് പോണം. അപ്പൊ ഇത്ര ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് സയൻസ്. ഈ സയൻസും ഈ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിലെ ഏറ്റവും ഈസി ആയിട്ട് തോന്നുന്നത് ഏതാ? വിച്ച് വൺ? ഫിസിക്സ് ഇഷ്ടമുള്ളവർ ആരൊക്കെയുള്ളത്? ദോസ് ഹു ലൈക്ക് ഫിസിക്സ് ജസ്റ്റ് റേസ് എ ഹാൻഡ്. ഓക്കെ, ഫിസിക്സ് ഒട്ടും ഇഷ്ടമില്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ? എനിബഡി ഹു ഡസന്റ് ലൈക്ക് ഫിസിക്സ്? ഒട്ടും പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, തീരെ ഇഷ്ടമില്ല തോന്നുന്നവർ ആരെങ്കിലും ഉണ്ടോ? ആ, ഗായത്രി ആൻഡ് ഗൗതം, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമില്ല അല്ലേ? ദെൻ പിന്നീടുള്ള കുറെ പേര്, വൈ യു ഡോണ്ട് ലൈക്ക് ഫിസിക്സ്? എനിക്ക് ഇഷ്ടമാണ്, അവൾക്ക് ഇഷ്ടമല്ല. സോറി, എനിക്ക് ഇഷ്ടമല്ല, അവൾക്ക് ഇഷ്ടമാണ്. അത് ഇഷ്ടമാണ്. ദെൻ ഹു എൽസ്? പിന്നെ ആരല്ലേ? പിന്നെ ആർക്കും ഇല്ല അല്ലെ? ബാക്കിയുള്ളവർക്കൊക്കെ ഇഷ്ടമാണ്. യെസ്. എന്തുകൊണ്ടാണ് ഗൗതമിന് ഫിസിക്സ് ഇഷ്ടമില്ലാത്ത? ഞങ്ങളുടെ ഫിസിക്സ് സാറ് കാരണം. ആഹാ, അപ്പൊ ഒരു ട്രോമയാണ് അല്ലേ? യെസ്. ആ, നമ്മളൊക്കെ പഠിക്കുന്ന കാലത്തെ ഫിസിക്സ് പഠിപ്പിക്കുന്ന മാഷന്മാരെന്നൊക്കെ പറഞ്ഞാല് ഭയങ്കര കഷ്ടമായിരിക്കും. പൊതുവെ എങ്ങനെയാ, ഭയങ്കര റൂഡും ആയിരിക്കും. പിന്നെ ആരോടും അങ്ങനെ സംസാരിക്കാത്ത ഒരു ടൈപ്പ് ആൾക്കാരുണ്ടെങ്കിൽ അത് ഫിസിക്സ് ആയിരിക്കും. ശരിക്കും ടീച്ചേഴ്സ് തന്നെ നിങ്ങൾ നോക്കി നോക്കുക, ഫിസിക്സ് ടീച്ചേഴ്സ് ഒക്കെ ഭയങ്കര സ്ട്രിക്റ്റും ആയിരിക്കും. പിന്നെ അങ്ങനെ ലൈക്ക് എനിക്കൊക്കെ അങ്ങനെയായിരുന്നു. ഞാൻ പഠിക്കുന്ന കാലങ്ങളിലൊക്കെ അങ്ങനെയായിരുന്നു. പക്ഷെ കെമിസ്ട്രി ടീച്ചേഴ്സ് ഭയങ്കര കമ്പനി ആയിട്ടുള്ള തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ലൈക്ക് ദേ ആർ വെരി ഫ്രണ്ട്ലി കമ്പയർഡ് ടു ഫിസിക്സ്. അങ്ങനെ തോന്നാറുണ്ട്. അങ്ങനെ തോന്നിയവരുണ്ടോ? കെമിസ്ട്രി, ബയോളജി ഒക്കെ കുറച്ച് കമ്പനിയാണ്. ഫിസിക്സിന്റെ സാറുമാരൊക്കെ വരുമ്പോ ഭയങ്കര ആയിശ്രീക്ക് ഭയങ്കര സന്തോഷമായത് പറഞ്ഞപ്പോലെ. ആയിശ്രീ, യു ക്യാൻ റിലേറ്റ് ഇറ്റ്. യെസ്. ബയോളജി കുഴപ്പമില്ല, പക്ഷെ കെമിസ്ട്രി പറഞ്ഞത് ശരിയല്ല തോന്നുന്നു. ആണോ? കെമിസ്ട്രി പറഞ്ഞ ശരിയല്ല എന്നാ പറഞ്ഞേ? അതായത് കെമിസ്ട്രി സ്ട്രിക്റ്റ് ആണ്, ബയോളജി ഓക്കെ. ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ കെമിസ്ട്രി മിസ്സൊക്കെ നല്ലായിരുന്നു. പക്ഷെ ഫിസിക്സ് എന്ന് പറയുന്ന നൈറ്റ് മെയർ പോലെയാണ് എനിക്ക്. രാത്രി ഒക്കെ ഉറങ്ങുമ്പോ തന്നെ മിസ്സിന്റെ മുഖം വരുമായിരുന്നു. കാരണം അങ്ങനെ ഭയങ്കരമായിട്ട് അടിക്കുകയൊക്കെ ചെയ്യും. സോ അപ്പൊ എനിക്കൊക്കെ അങ്ങനെ തോന്നിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്നെ ഫിസിക്സ് ടീച്ചർ ആവണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ബയോളജിയും കെമിസ്ട്രിയും ബയോളജിയും ഫിസിക്സും സ്ട്രിക്റ്റ് ആണോ? ആരത് പറയുന്നേ? ബേസിലല്ലേ? നിനക്ക് എന്താ സ്ട്രിക്റ്റ് ആയേ പറ്റൂ നിന്റെ കേസിലൊക്കെ. ബേസിലെ അല്ലേ? കുറച്ചൊക്കെ സ്ട്രിക്റ്റ് ആവണം. ആ, ഓക്കെ. ദെൻ അരോക്സിന് എന്താ അവസ്ഥ? ഫിസിക്സ് ഇഷ്ടമാണോ അരോക്സിൻ? കുഴപ്പമില്ല. ഇവന് എന്താ ഈ ഒരു ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ആൻസേഴ്സ് ആണ് ഇവന്റെ കിട്ടുക. കുഴപ്പമില്ല, ആ ഓക്കെ, അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. കറക്റ്റ് ആയിട്ട് പറയില്ല. ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമില്ല. ദാറ്റ്സ് ഇറ്റ്. യെസ്. അങ്ങനെയില്ല.
Shreyas, Jagadish, what do you think? You like physics? കുഴപ്പമില്ല. കുഴപ്പമില്ല. സാറ് Okay. സാറ് പ്രശ്നം. സാറ് പ്രശ്ന ആ എന്തോ എല്ലാരും സാറുമാർ അല്ല, കൂടുതൽ പേർക്ക് സാറുമാരാണോ ഫിസിക്സ് എടുക്കുന്നേ? യെസ്, നിങ്ങൾക്ക് ടീച്ചറെ പ്രശ്നം. ടീച്ചറാണ് പ്രശ്നം. ഓക്കെ, ഞങ്ങൾക്കും ടീച്ചറാ. ടീച്ചറാണ്. അടിക്കോ? ഇല്ലില്ല. ചീത്ത പറയൂല്ലേ? അടിക്കൊന്നും ചെയ്യില്ല, ഭയങ്കര ചീത്ത പറച്ചിലാണ്. നിങ്ങളെ ഈ പ്രാക്ടിക്കൽസ് ഒക്കെ ചെയ്ത് തുടങ്ങിയല്ലേ? വർക്ക് ഒക്കെ, റെക്കോർഡ് വർക്ക്സ് ഒക്കെ തുടങ്ങിയോ? ഓ തുടങ്ങി. ഞങ്ങൾക്ക് റെക്കോർഡ് കിട്ടിയിട്ടില്ല സർ. കിട്ടിയിട്ടില്ല അല്ലെ? ഓക്കെ. അത് ഇപ്പൊ ഓണം വെക്കേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചായിട്ട് എഴുതി തുടങ്ങാം കേട്ടോ. ലാസ്റ്റിലേക്ക് അത് പെൻഡിങ് വെക്കരുതേ. അത് ഭയങ്കര ബുദ്ധിമുട്ടായി പോകും കേട്ടോ ലാസ്റ്റിലേക്കൊക്കെ. ക്ലിയർ? സോ മേക്ക് ഷുവർ ദാറ്റ് യു ഡൂയിങ് ഇറ്റ് അറ്റ് പ്രോപ്പർ ടൈമിൽ അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ഡിസംബർ സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ പറയുന്നത് ഒരു CBSE ബോർഡ് എക്സാം എഴുതുന്ന കുട്ടികൾ ഒരു പാസ്റ്റ് 10 to 12 years ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്തിട്ടുണ്ടായിരിക്കണം. എത്ര? 10 to 12 years ബാക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്നിട്ട് എക്സാമിന് പോയാൽ മതി. ഓക്കെ, എന്താ അങ്ങനല്ലേ? അപ്പോ ഒരു പാറ്റേൺ അറിയണം. എങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുക. അതിന് യൂസ്ഡ് ആവണം. ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ യൂസ്ഡ് ആവണം. എന്തൊക്കെ ക്വസ്റ്റ്യൻ എങ്ങനെ ആൻസർ ചെയ്യണം, ആ ഒരു എബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടാവണമെങ്കിൽ ഒരു 10 to 12 years ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് യു വിൽ ഗെറ്റ്. അതിങ്ങനെ വർക്ക്ഔട്ട് ചെയ്ത് പോവുക. ക്ലിയർ? ഓക്കെ. ഇനി ഒരു ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിനെ കാണണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? സിലിയറി മസിൽസ് ഭയങ്കര റിലാക്സ്ഡ് ആയിരിക്കും, ലെൻസ് വളരെ തിന്നായിരിക്കും, ഫോക്കൽ ലെങ്ത് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഇതൊന്ന് നോക്കി വെക്കണേ. ഒരു ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിനെ കാണണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? സിലിയറി മസിൽസ് എന്തായിരിക്കും? റിലാക്സ്ഡ് ആയിരിക്കും, ലെൻസ് വളരെ തിന്നായിരിക്കും, ഫോക്കൽ ലെങ്ത് എന്ത് ചെയ്യാം? ഇൻക്രീസ് ചെയ്യാം. ക്ലിയർ? ഇത് എഴുതി വെച്ചേ. റൈറ്റ് ഡൗൺ ഓൾ ദിസ്. വേഗം എഴുതുക. മിസ്സേ, അപ്പൊ നമ്മ വേറെ ഒരെണ്ണം എഴുതിയില്ലേ, ലെൻസ് തിക്കാവണ കേസ്? അതേതാ? എടുത്തുള്ള ഒബ്ജക്റ്റിനെ നോക്കണേ? നിയർ ബൈ ഒബ്ജക്ട്. യെസ്, നിയർ ബൈ ഒബ്ജക്ട്സ്. Alphonse? Yes, ma'am. They എഴുതുന്നുണ്ടോ? You're writing this? Yes. Okay, fine. Anybody remember my name? ആർക്കെങ്കിലും എന്റെ പേര് ഓർമ്മയുണ്ടോ? ഇതില് വേറെ പേര്. അതെന്തോ ഡീഫോൾട്ട് ആയിട്ട് അങ്ങനെ കിടക്കുന്നത്. എന്താ നീ പറയുന്നത്? വൃത്തികേടാക്കോ എന്റെ പേരിനെ നീ വിളിച്ചിട്ട്? പേരങ്ങനല്ലേ? നോറിൻ. NORIN. ഇഷ്ടായില്ല? മാറ്റണോ മിഷാലെ? വേണ്ടല്ലേ? തൽക്കാലം ഇപ്പൊ അങ്ങനെ പോട്ടെ. മാറ്റണ ഭയങ്കര പണിയാ. എല്ലാം മാറ്റണം കേട്ടോ. തൽക്കാലം ഇപ്പൊ അങ്ങനെ പോട്ടെ കേട്ടോ. ഓക്കെ. ഇനി അടുത്തത്. So how it works, clear ആയോ distant objects ne? Clear? Yes. Now when it comes to near objects, okay, excuse me. Okay, near objects ആകുമ്പോൾ എന്താ ഉണ്ടാവുക? Ciliary muscles എന്ത് ചെയ്യും? Contract ആവും, lens becomes thick and focal length എന്ത് ചെയ്യും? Decrease ചെയ്യും. Clear ആണോ? Ciliary muscles contract ആവും, lens thick ആവും, focal length എന്ത് ചെയ്യും? Decrease ചെയ്യാൻ തുടങ്ങും. Clear? ഇത് ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണേ. ഇനി നിങ്ങളെ ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. നമ്മളെ മയോപ്പിയ ഹൈപ്പർമെട്രോപ്പി എടുത്തിരുന്നതിനെ ചോദിച്ചത് ആരായിരുന്നു? ഐ തിങ്ക് ഇറ്റ്സ് ആരായിരുന്നു ചോദിച്ചേ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഐ തിങ്ക് ഇറ്റ്സ് അൽഫോൺസ് തോന്നുന്നു അല്ലെ? അൽഫോൺസ് ആണോ? നീ ആണോ എന്നല്ല ചോദിച്ചേ? പക്ഷെ മയോപ്പിയും ഹൈപ്പർമെട്രോപ്പിയും എടുക്കുന്നില്ലേന്ന്? ഓക്കെ. ഇനി ഹനയ്ക്ക് ഐ തിങ്ക് ഹന്ന അതെയല്ല, ഹന ഡേ 2 സെഷനിൽ ഉണ്ടായിരുന്നില്ലേ മയോപ്പിയ ഹൈപ്പർമെട്രോപ്പി പ്രോബ്ലംസ് ഒക്കെ ചെയ്തത്? ഇവരെ ഞാൻ 3 ഉം 4 ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ ഇനി അടുത്ത സെഷനിൽ നമ്മള് കറക്ഷൻ ആണ് ചെയ്യുക. ലൈക് മയോപ്പിക് ആയി നമ്മൾ ഡിഫക്ട്സ് പഠിക്കും. ഈ ഡിഫക്ട്സ് പഠിക്കുമ്പോൾ നമുക്ക് കുറെ പ്രോബ്ലംസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കേട്ടോ. ഓക്കെ, ഇഷ്ടപ്പെട്ട് സന്തോഷമായില്ലേ ഇപ്പോ? യെസ്. അതിലപ്പോ നിങ്ങൾ വിചാരിക്കും അവിടെ എങ്ങനെയാ പ്രോബ്ലം വരുന്നതെന്ന്. അങ്ങനെ ചിന്തിച്ച ആരെങ്കിലും? എനിബഡി ഈസ് തിങ്കിങ് അവിടെ എങ്ങനെയാ പ്രോബ്ലം വരുന്നതെന്ന്? എവിടെയാ പ്രോബ്ലം വരികയെന്ന് വെച്ചാല്
ഈ മയോപ്പി ഹൈപ്പർമെട്രോപ്പി നമ്മൾ കറക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഇത്ര പവർ ഉള്ള ലെൻസ് വേണം എന്നൊക്കെ പറയും അല്ലെ, കോൺകേവ് ലെൻസ്, കോൺവെക്സ് ലെൻസ്, അത് ഓർമ്മയില്ലേ? ഓക്കെ, സോ അതിന്റെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യാച്ചാൽ അതിന്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ പറയും. ദിൽ ഗിവ് യു ദ പവർ, എന്നിട്ട് അതിന്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുക. അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് വരും. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു ഭാഗം മാത്രമാണ് നമുക്ക് എന്തുള്ളൂ തിയറി ആയിട്ട് ഉണ്ടാവുള്ളൂ. അടുത്ത സെഷനിൽ നമുക്ക് എന്തുണ്ടാവും, കുറെ വർക്ക്ഔട്ട്സ് ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങളുടെ ബോറടി ഒക്കെ മാറും. അതിനകത്ത് മറ്റേ P is equal to 1/f ആ ഇക്വേഷൻ അല്ലേ? യെസ്, ആ P is equal to 1/f കിട്ടണമെങ്കിൽ അടുത്ത പ്രശ്നം എന്താ വെച്ചാൽ ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, യു ഹാവ് ടു ഫൈൻഡ് യൂസിങ് മിറർ ഫോർമുല യൂസ് ചെയ്തിട്ട് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിച്ചിട്ട് വേണം അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ, പവർ കൊടുക്കാൻ. അപ്പൊ അപ്പൊ നിങ്ങൾ വിചാരിക്കും മിസ്സേ അത് അടുത്ത ക്ലാസ്സിലേക്കുള്ള അല്ലേ ഇപ്പൊ എന്തേ പറയണേന്ന് ചോദിക്കും. പറയാനുള്ള കാരണം അടുത്ത ക്ലാസ്സിൽ വരുന്ന സമയത്ത് ഈ മിറർ ഫോർമുല എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യരുത്, അറിയില്ല എന്ന് പറയരുത്. ഓക്കെ, സോ മേക്ക് ഷുവർ ദാറ്റ് യു ഹാവ് സ്റ്റഡീഡ് ഇറ്റ് പ്രോപ്പർലി. ദാറ്റ് ഇഫ് ഐ എം ആസ്കിങ് യു കോൺകേവ് മിററിന്റെ ഫോക്കൽ ലെങ്ത് എത്രയായിരിക്കും, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, യു നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയണം, അതിന് ഐ ഷുഡ് ഗെറ്റ് എൻ ആൻസർ, എനിക്കൊരു ആൻസർ ഉണ്ടാക്കും. സോ മേക്ക് ഷുവർ ദാറ്റ് ലൈറ്റിന്റെ ചാപ്റ്ററിലുള്ള വി യു അല്ലെ നിങ്ങൾ പഠിക്കുന്നില്ലേ, കോൺകേവ് മിറർ, കോൺവെക്സ് മിറർ, അതിന്റെ യു എത്ര, വി എത്ര, എഫ് എത്ര, നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ വന്നാൽ മതി. ക്ലിയർ? ലെൻസിന്റെ സോറി കോൺകേവ് ലെൻസ്, യെസ് ലെൻസിന്റെ. ക്ലിയർ? ഓക്കെ, അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാവേ പഠിക്കാൻ, നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. ഞാൻ ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യും, it will be very difficult for you to follow. So make sure that you study concave lens and convex lens sign conventions നന്നായിട്ട് അറിയണം. Clear? Yes. റിഫ്രാക്ഷൻ പഠിച്ചാൽ പോരെ മിസ്സേ? റിഫ്രാക്ഷൻ പഠിച്ചാൽ മതി, റിഫ്രാക്ഷൻ പഠിച്ചാൽ മതി. അതാരാ ചോദിച്ചേ? മാം ഇന്ന് ഞാനൊരു 7:15 ഒക്കെ ആകുമ്പോഴത്തേക്ക് ലീവ് ആയിക്കോട്ടെ ഇന്നോടെ? നീ എല്ലാ ദിവസവും അവന്തിക ലീവ് ആവുന്നില്ല അവന്തിക? ടീച്ചർ നാളെ എക്സാം ഉണ്ട്. Okay, fine. Okay, now next question. Define the near point and far point of the human eye. എല്ലാവരും അതിന് ആൻസർ എഴുതി, അത് ഞങ്ങളുടെ ആളോട് വായിക്കാൻ പറയും. എവരിബഡി റൈറ്റ്, എല്ലാവരും സ്വന്തമായിട്ട് എഴുതിയ ഫാർ പോയിന്റും നിയർ പോയിന്റും എന്താന്ന് എഴുതിയ, റൈറ്റ് ഡൗൺ. ആരത്? ഈ നിഷാലെ, അതിന്റെ ആൻസർ പറ നിഷാലെ. ടെൽ മീ ദി ആൻസർ ഓഫ് ദാറ്റ് നിയർ പോയിന്റ് ഫാർ പോയിന്റ്. അവന്തിക ഏതായാലും പോവല്ലേ അവന്തിക? then tell me നിയർ പോയിന്റ് ഫാർ പോയിന്റ് ഡെഫിനിഷൻ പറഞ്ഞിട്ട് നീ പോക്കോ. ടീച്ചർ ഇന്നലെ ഇല്ലായിരുന്നു. നിയർ പോയിന്റ് അറിയാം, the nearest distance at which human can see an object is known as a near point. Okay, fine, മതി, that's it. ഇനി അടുത്തത്, who will tell me the next answer? Okay, ഹമീദ് പറ. Yes, ma'am. Tell me what is എന്താണ് അറിയണ്ടല്ലേ, എന്താ നിയർ പോയിന്റ് എന്താന്ന് പറയാ? The minimum distance at which the object can be seen clearly. It's called as എന്താണ് നിയർ പോയിന്റ് അല്ലെ? ഒരു മിനിറ്റ്, എക്സ്ക്യൂസ് മീ. ആർക്കെങ്കിലും പനി അങ്ങനെ വല്ലതും ഉണ്ടോ? കോൾഡ് പനി അങ്ങനെയുള്ളവരെല്ലാം ഉണ്ടോ? നോ? യെസ്, ആയുശ്രീ പറയുന്നത് യെസ്. എനിക്കും ചെറുതായിട്ട് തുടങ്ങുന്നുണ്ടോന്ന് സംശയം. യെസ്, അപ്പൊ ആൾക്കാരുണ്ട് അല്ലെ? യെസ്.
Okay, fine. Okay. Now, far point and the far point. So anybody can have an answer. Those who know the answer. Shreyas, you know what is far point? Yes, ma'am. Okay, The then tell me. The farthest point to which human eye can see clearly Okay. is So the called far definite. point. Correct. Good. Near, you have to tell. Near point, you have to mention another near point is centimeter. Far point is infinity. Another mention. Clear? Write down. Definition and the it's a minimum distance at which eyes see the objects clearly. Near point and the 25 centimeter. Far point and the maximum distance at which eyes see the object clearly. Far point and the infinity. മിസ് ഒന്ന് വെള്ളം കുടിച്ചിട്ട് വന്നോട്ടെ. Oh, good job. Idea. Okay now? Yes. Ready? ഇനി അടുത്തത് പോവാം. We'll go to the next. Okay. ഇതിന്റെ ആൻസർ ആരാ പറയാ? Oh, sure. Very good. Okay, miss. Yes. Then Ayana, read the next question, Ayana. 7th question. Describe the nature of image formed on retina. എന്താണ് എന്ത് ഇമേജ് ആണ് ഫോം ചെയ്യുക? Real and inverted. അപ്പൊ എഴുതാ describe the nature എന്ന് പറഞ്ഞ it's like real and Inverted. അതെല്ലാവർക്കും അറിയായിരുന്നോ? അറോക്സിൻ അറിയായിരുന്നോ? അറോക്സിൻ അപ്പൊ എഴുതിക്കോ നേച്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ തന്നെ എഴുതട്ടെ. ഇമേജ് ഫോർമേഷൻ എന്ത് ആയി എന്ന് പറയുന്നത് ഇമേജ് ഫോമിൽ റെറ്റിന എന്ന് പറഞ്ഞ റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്, ഡിമിനിഷ്ഡ് ആയിരിക്കും, ചെറുതുമായിരിക്കും. എന്നിട്ട് നമ്മുടെ ബ്രെയിൻ ആണ് എങ്ങനെ കൺവേർട്ട് ചെയ്യുന്ന ഇറക്റ്റ് ഇമേജസ് ആയിട്ട് അത് കറക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ക്ലിയർ? ഓക്കെ. സോ image formation on the eye എന്ന് പറയുന്നത് the image formed on the retina as real, inverted and diminished. Okay, and brain എങ്ങനെ convert ചെയ്യും? Brain converts it into erect image. Clear? അത് എഴുതിയ it's very important. Okay, important. അതൊക്കെ എഴുതി വെച്ചോ. Write down all this. ഗൗരി എന്നതൊക്കെ ആദ്യം കുക്കുംബർ കിട്ടി, ബിസ്ക്കറ്റ് കിട്ടി, എന്താ യോഗ അല്ലേ ഗൗരി? യെസ്, വന്ന് കൈ കൊണ്ട് തന്നതാ. മനസ്സിലായി, ഞാൻ കണ്ടു. ഓക്കെ, എഴുതിയോ? ഓക്കെ, ഇനി എല്ലാവരും ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കണേ. മാറ്റല്ലേട്ടോ.
ഇല്ല കേട്ടോ. ആരത് പറഞ്ഞ ഈ മാട്ടിലേട്ടാന്ന് പറഞ്ഞാരാ? ബേസില. ആരാ? ആ ബേസിന്റെ നാട് തൃശ്ശൂരാളെ. ബേസിലെ അല്ല അല്ല തൃശ്ശൂരല്ല? അല്ല, നിനക്ക് തൃശ്ശൂരായിട്ട് ഒരു കണക്ഷനും ഇല്ല? തൃശ്ശൂരായിട്ട് ഒരു കണക്ഷനും ഇല്ല. പക്ഷെ നിന്റെ സംസാരം കേട്ട് തൃശ്ശൂർ പോലെ ഉണ്ടല്ലോ, ഈ ടാട്ടാന്നുള്ളത് കേട്ടപ്പോ. അതെടേന്ന് കയറി വന്നതാ. ഓക്കെ ഫൈൻ. ഓക്കെ, നൗ അത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. മിസ്സേ അതൊന്ന് വായിച്ചുതരാൻ പറ്റുമോ? ഏത് ഞാൻ ഇപ്പൊ എഴുതിയതാണോ? ആ Change in focal length of an island is caused by the action of dash. അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ അല്ലെ, ഈ നമ്മുടെ ഐലൻഡ്സിലത്തെ ഫോക്കൽ ലെങ്ത് എന്താ ചെയ്യും? വി കൻ ചേഞ്ച് അല്ലെ. അത് ആ ചേഞ്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആൾ ആരാണ്? കുറെ ഓപ്ഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. വൺ ഇസ് പ്യൂപ്പിൾ, ബി ഇസ് റെറ്റിന, സി സിലറി മസിൽസ്, ഡി ഐറസ്. അപ്പൊ ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനൊരു ആൻസർ ഉണ്ടോ? സെല്ലറി മസിൽസ് ആണെന്ന് പറയുന്ന ആൾക്കാരൊന്ന് റേസ് എ ഹാൻഡ്. ജസ്റ്റ് റേസ് എ ഹാൻഡ്. ആ മെസ്സേജ് കാണുന്ന ഓക്കെ ഫൈൻ. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് യെസ് കറക്റ്റ്. അപ്പൊ ഒരു എല്ലാവർക്കും അറിയാം. ഓക്കെ ഫൈൻ. സോ ചേഞ്ച് ഇൻ ഫോക്കൽ ലെങ്ത് ഓഫ് ദി ഐലൻഡ്സ് ഇസ് കാസ്ഡ് ബൈ എന്താണ്? ബൈ ദി ആക്ഷൻ ഓഫ് സിലിയറി മസിൽ. ഈ തൂബനി ഉണ്ടായിരുന്നോ ഇതിനു മുന്നേ? ഇവിടെ ഫസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു? ഇല്ല, നോ മാം. Join just now. Okay, fine. Okay, so change in focal length of the islands is caused by the action of what? Ciliary muscles. പഠിക്കണട്ടോ, ciliary muscles. Okay, so ciliary muscles എന്താ ചെയ്യാ? Ciliary muscles controls the islands. അപ്പൊ അതൊന്ന് എഴുതി വെച്ചേ. Write down this. I think I've done it. പക്ഷെ ഒന്നും കൂടി എഴുതിക്കാം. Ciliary muscles control the islands. Okay, comma, adjusting its focal length to focus on object at various distance. കണ്ടോ? അപ്പൊ സിലറി മസിൽസ് എന്തിന്റെ കൺട്രോൾ ചെയ്യും? ഐലൻഡ്സിനെ കൺട്രോൾ ചെയ്യും. എങ്ങനെ? they will adjust the focal length. എന്തിനാ ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യണേ? then only എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ദൂരെയുള്ള അല്ലെ വേരിയസ് ഡിസ്റ്റൻസിലുള്ള ഒബ്ജക്ട് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഫോക്കസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? you have to adjust the focal length. ഓക്കെ, ക്ലിയർ ആയോ? യെസ്. അപ്പോ ഈ സിലറി മസിൽസ് കോൺട്രാക്ടോ റിലാക്സോ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ ഐലൻഡ്സിന്റെ ഷേപ്പിന് സ്മോൾ ഡിഫറൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ അവർ എന്ത് ചെയ്ത് എല്ലാം വിട്ടു ഫോളോ. അതാണ് നമ്മൾ ലൈറ്റിനെ കറക്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റും റെറ്റിനയിൽ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലിയർ ആയിട്ട് നമുക്ക് ആ ഒരു വിഷൻ കാണാൻ കഴിയും. ക്ലിയർ ആയോ? യെസ്. സോ സിലറി മസിൽസ് ഇസ് ഡൂയിങ് എ വെരി ഗുഡ് ജോബ്. ഓക്കെ, ഇത് ഓക്കെ ആണ്? ദിസ് ഇസ് ഓക്കെ ടു യു ആൾ? റെഡി അല്ലേ? ഈ ഭാഗങ്ങളൊക്കെ നോക്കണേ നന്നായിട്ട്. വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. പിന്നെയും ഞാൻ പറയുവാണ്. ഇനി അടുത്തത് ഓക്കെ. നിങ്ങളോട് ചിലപ്പോൾ ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത് എങ്ങനെയായിരിക്കും? ഈ ഒരു ഭാഗത്തില് നമ്മൾ ഈ day 1 സെഷനില്
നമ്മൾ പഠിച്ചതിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഡ്രോ ദ ലേബിൾ ഡയഗ്രം ഓഫ് ഹ്യൂമൻ ഐ ആൻഡ് എക്സ്പ്ലെയിൻ ദ ഫംഗ്ഷൻ ഓഫ് ഈച്ച് പാർട്ട്. അങ്ങനെയായിരിക്കും ഉണ്ടാവുക. എന്തായിരിക്കും? ഡ്രോ ആ ലേബിൾ ഡയഗ്രം ഓഫ് ദി ഹ്യൂമൻ ഐ ആൻഡ് എക്സ്പ്ലെയിൻ ദ ഫംഗ്ഷൻ ഓഫ് ഈച്ച് പാർട്ട്. ഈച്ച് പാർട്ടിന്റെ ഫംഗ്ഷനും ചോദിക്കും. അങ്ങനെയാണെങ്കിൽ നല്ല വൃത്തിയിലെ കണ്ണ് വരയ്ക്കണം. ഓക്കെ, യെസ്, കണ്ണ് എന്ത് ചെയ്യണം? നല്ല വൃത്തിയിൽ വരയ്ക്കണം. എന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ ലെൻസിന്റെ എല്ലാ തരത്തിലുള്ള, അപ്പം ഇന്നലെ ഞാൻ പറഞ്ഞപ്പോ ഐ ഫോർഗോട്ട് ടു ടെൽ യു അബൌട്ട് റോഡ്സ് ആൻഡ് കോൺസ്. അത് ഞാൻ പറയാൻ മറന്നുപോയി, അത് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മുടെ റെറ്റിനയില് രണ്ടാളുണ്ട്. ആളുടെ പേര്, ഒന്നിന്റെ പേര് റോഡ്സ് എന്നും മറ്റാളുടെ പേര് കോൺസ് എന്നുമാണ്. ഓക്കെ, ആരൊക്കെ? വൺ ഇസ് റോഡ്സ് ആൻഡ് ദി അതർ വൺ ഇസ് കോൺസ്. ഓക്കെ, സോ ഈ റോഡ്സ്, ഈ കോൺസ് CONES ആണോ അതോ RES ആണോ? സോറി CONES. ഓക്കെ. കോൺസ്, റോഡ്സും ഉണ്ട് കോൺസും ഉണ്ട് കേട്ടോ. ഈ റോഡ്സും കോൺസും എന്ന് പറയുന്നത്, റോഡ്സ് എന്ന് പറയുന്നത് വെരി സെൻസിറ്റീവ് ടു ലോ ലൈറ്റ്സ് ആയിരിക്കും. ഇത് പഠിക്കണേ, വെരി സെൻസിറ്റീവ് ടു ലോ ലൈറ്റ്സ്. ഓക്കെ, അല്ലെങ്കിൽ ഡിം ലൈറ്റ്സിനോട് സെൻസിറ്റീവ് ആയിട്ടുള്ള ആളാണ് ആര്? റോഡ്സ്. അപ്പൊ ഏതൊക്കെയോ? മോർ ന്യൂമറസ്, ഓക്കെ, വെരി സെൻസിറ്റീവ്. ഇതൊക്കെ റോഡ്സിന്റെ അല്ലേ? അതൊക്കെ റോഡ്സിന്റെ അല്ലേ. റോഡ്സ് എന്ന് പറയുമ്പോൾ സെൻസിറ്റീവ് ലൈറ്റിനോടാണ്. റെറ്റിനയിലുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഓക്കെ, ഇതൊന്നും ചിലപ്പോ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ആൻസർ ഇപ്പൊ എഴുതണം. അതായത് റോഡ്സിനെ പറ്റിയിട്ട് മാം സൈഡിൽ എഴുതിയിരിക്കുന്നത് മാത്രം എഴുതിയാ പോരെ ഇപ്പൊ? അത് മതി. അതെ, ജസ്റ്റ് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ആവശ്യമില്ല. പക്ഷെ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ അവർ ചോദിച്ച് കാണാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് തന്നോന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. റോഡ്സ് എന്ന് പറയുന്ന ആള് ദേ ആർ ന്യൂമറസ്. അതെന്താ വെച്ചാൽ വെരി സെൻസിറ്റീവ് ടു ഡിം ലൈറ്റ് ആയിരിക്കും. ഡിം ലൈറ്റിന് സെൻസിറ്റീവ് ആയിട്ടുള്ള ആളാണ് റോഡ്സ്. ഓക്കെ, ക്ലിയർ? മിസ് ആദ്യം പറഞ്ഞില്ലേ ഈ ഐയുടെ ഡയഗ്രാം വരച്ച് ലേബിൾ ചെയ്തിട്ട് അതിന്റെ ഫംഗ്ഷൻ, അത് ബോർഡ് എക്സാമിന് ചോദിച്ചിട്ടുണ്ടോ? പിന്നെ അതൊക്കെ ചോദിക്കാറുണ്ട്. എനിക്ക് എപ്പോഴും 2-3 കൊല്ലം മുമ്പ് തോന്നുന്നു, കഴിഞ്ഞ കൊല്ലമായിട്ടും ചോദിച്ചിട്ടില്ല. പക്ഷെ ചോദിക്കാൻ സാധ്യത ഉണ്ട്. ചോദിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് ഫുൾ മാർക്ക് കിട്ടും ചെയ്യും. ഓക്കെ, ഫൈൻ. അപ്പൊ റോഡ്സ് എന്താന്ന് മനസ്സിലായി? ദേ ആർ ഹൈലി സെൻസിറ്റീവ് ആയിട്ടാണ്. എവിടെ സെൻസിറ്റീവ്? ഡിം ലൈറ്റ്സ് ആണ് സെൻസിറ്റീവ്. പിന്നെ ദേ ആർ റെസ്പോൺസിബിൾ ഫോർ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. എഴുതിക്കോ, അത് എഴുതിക്കോ. റോഡ്സ് ആർ, നോക്ക, ഞാൻ നമുക്ക് തരുന്ന നോട്ട്സ് ഒക്കെ യു ഷുഡ് കീപ്പ് എ നോട്ട് വിത്ത് യു. ഇതൊക്കെ നോട്ട്ബുക്ക് ആയിട്ട് ഉണ്ടാവണേ, അവിടെ ഇവിടെ എഴുതരുത് കേട്ടോ. സോ അതുകൊണ്ട് റിവിഷൻ സമയത്ത് ഇറ്റ് ബി ഈസി ഫോർ യു കേട്ടോ. ഓക്കെ, സോ റോഡ്സ് ആർ റെസ്പോൺസിബിൾ. ഇത് കൂടെ എഴുതിക്കോ. Roads are responsible for black and white അല്ലെങ്കിൽ നൈറ്റ് വിഷൻ ആയിരിക്കും. അപ്പൊ ബ്ലാക്ക് ആൻഡ് വൈറ്റും അതേപോലെ തന്നെ നൈറ്റ് വിഷനെ നമുക്ക് എന്ത് ഹെൽപ്പ് ചെയ്യും? റോഡ്സ് ഹെൽപ്പ് ചെയ്യും. ക്ലിയർ? ഇപ്പൊ നൈറ്റ് വിഷനൊക്കെ നമ്മൾ സഹായിക്കുന്നത് റോഡ്സ് എന്ന് പറയുന്ന ആളാണ്. ഓക്കെ, അപ്പൊ ഇത് ചിലപ്പോ ചോദിക്കും എന്താ ഈ റോഡ്സും കോൺസും എന്ന് പറഞ്ഞാൽ യു ക്യാൻ സേ ദാറ്റ് ദേ ആർ സ്പെഷ്യൽ. അപ്പൊ ജസ്റ്റ് അതും കൂടെ ഒന്ന് എഴുതി വെച്ചോ. റെസ്പോൺസിബിൾ എന്താണ്? റെസ്പോൺസിബിൾ ഫോർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആൻഡ് നൈറ്റ് വിഷൻ.
ഇത് കൂടെ ഒന്ന് എഴുതണേ. റോഡ്സും കോൺസ് എന്ന് പറയുന്നത് എന്താണ്? വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ലൈറ്റ് ഡിറ്റക്ടിങ് ഫോട്ടോ റിസെപ്റ്റേഴ്സ് ആണ്. എന്താണ് നമ്മൾ പറയാ? ഫോട്ടോ റിസെപ്റ്റേഴ്സ്. ഓക്കെ, അത് നമ്മുടെ സെൽ, അതൊരു സെല്ലാണ്. അതെവിടെ ലൊക്കേറ്റ് ചെയ്യുക? റെറ്റിന അല്ലെ. നമ്മുടെ കണ്ണിന്റെ പുറകിലുള്ള റെറ്റിനയിലാണ് എന്തുണ്ടാവുക? റോഡ്സും കോൺസും ഉണ്ടാവുക. ഇത് എഴുതണേ. ഓക്കെ, കാരണം ഇപ്പത്തെ ഈ പാറ്റേൺസ് ഒക്കെ മാറുന്നതുകൊണ്ട് ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ക്ലിയർ? സോ മേക്ക് ഷുവർ ദാറ്റ് യു കവർ ഓൾ ദിസ്. അപ്പോ ഈ കോൺസ് എന്ന് പറയുന്നത് എവിടെയാണ്? ബ്രൈറ്റ് ലൈറ്റ്. അതേപോലെ നമ്മുടെ കളർ വിഷന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളാണ് കോൺസ്. അതും കൂടി എഴുതിയേ. മിസ് എന്താ എഴുതണ്ടേ? കോൺസ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ബേസ്ഡ് ബ്രൈറ്റ് ലൈറ്റ്. അതാണ് കളർ വിഷൻ. നമുക്ക് കളറായിട്ട് ഇങ്ങനെ കാണുന്നില്ല, അതിന്റെ ഒക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആള് കോൺസ് ആണ്. ക്ലിയർ? ഇങ്ങനെ സെൻസിറ്റീവ് ടു ബ്രൈറ്റ് ലൈറ്റ്സ്. ബ്രൈറ്റ് ലൈറ്റ്സ്, യെസ്, ബ്രൈറ്റ് ലൈറ്റ്സ്. അതെ. ഇനി ആരെങ്കിലും ബ്ലൈൻഡ് സ്പോട്ട് കേട്ടിട്ടുണ്ടോ? ഹാവ് യു ഹേർഡ് ബ്ലൈൻഡ് സ്പോട്ട്? യെസ് മിസ്, കേട്ടിട്ടുണ്ട്. ആർക്കെങ്കിലും ഇതിനെ പറ്റി അറിയോ? ബ്ലൈൻഡ് സ്പോട്ടിനെ പറ്റിയിട്ട് അറിയോ? തൂബ കേട്ടിട്ടുണ്ടോ? Yes, ma'am. Okay. Those who know what is blind spot, just raise a hand. അതിനെ പറ്റിയിട്ട് അറിയാവുന്ന ഉള്ളവർ ആരെങ്കിലും ഉണ്ടോ? എനിബഡി? ഇതൊക്കെ എന്തിനാന്ന് വെച്ചാല് ഇതൊക്കെ നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്. ഓക്കെ, കാരണം ഇനി ഇത് എഴുതി കഴിഞ്ഞു. ഇത് എഴുതി കഴിഞ്ഞ് ഞാൻ ബ്ലൈൻഡ് സ്പോട്ടും കൂടി പറയാം. എഴുതി കഴിഞ്ഞു മാം. കഴിഞ്ഞോ? ആലിയ, ഓക്കെ. എന്താണ്? അതെ, ഹലോ. യെസ്, ടെൽ മീ. ഇത് കോൺസ് നമ്മുടെ ഡേ വിഷന് റെസ്പോൺസിബിൾ എന്നല്ലേ പറഞ്ഞേ? കളേർഡ് വിഷൻ ഓർ ഡേ വിഷൻ? അതെ. യെസ്. ഓക്കെ. ആലിയ എന്താ പറഞ്ഞല്ലോ? യു നോ വാട്ട് ഇസ് ബ്ലൈൻഡ് സ്പോട്ട്? യെസ് മാം. എന്താ ബ്ലൈൻഡ് സ്പോട്ട്? എന്താ ആലിയ? ടെൽ മീ. The field of view that our eyes cannot see. Eyes cannot see. Okay, very good. ഇത് എഴുതി കഴിഞ്ഞോ? Those who finished writing, tell me. ഇതൊക്കെ എല്ലാവരും എഴുതി കഴിഞ്ഞു. ഇനി ആരും സ്റ്റിൽ റൈറ്റിംഗ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഈ ലൈറ്റ് സെൻസിറ്റീവ് സെൽ എന്ന് പറയുന്നത് ഈ റോഡ്സും കോൺസും ആണോ? അതെ, ഈ റെറ്റിന തന്നെ ഒരു ലൈറ്റ് സെൻസിറ്റീവ് സാധനമാണ്. ലൈറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള സാധനമാണ് നമ്മൾ റെറ്റിന. ആ റെറ്റിനയിൽ ഉള്ളിലുള്ള ഒരു വേറെ അംഗമാണ് റോഡ്സും കോൺസും. ഓക്കെ, ഈ നമ്മുടെ കണ്ണിനെ റെറ്റിന എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ക്യാമറ പോലെയാണ്, ക്യാമറയുടെ ലെൻസ് പോലെയാണ്. എല്ലാ ഇമേജസ് അവസാനം എത്തുന്നത് അവിടെയായിരിക്കും. സോ റെറ്റിന പ്ലേസ് എ വെരി ക്രൂഷ്യൽ റോൾ. ക്ലിയർ ആയോ? ആ റെറ്റിനയിൽ നിന്നാണ് പിന്നെ എന്ത് ചെയ്യുന്നത്? നമ്മുടെ സിഗ്നൽസ് എല്ലാം എവിടേക്ക് പോകുന്നത്? നമ്മുടെ ബ്രെയിനിലേക്ക് പോയി നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. ക്ലിയർ? സോ റെറ്റിന പ്ലേസ് എ വൈറ്റൽ റോൾ. അപ്പൊ നമ്മളെ ഈ ഇൻകമിങ് ലൈറ്റ്സ് ഒക്കെ വന്ന് വീഴുന്നത് എവിടേക്കാണ്? ഈ നമ്മൾ പറഞ്ഞില്ലേ, പ്യൂപ്പിളും ഐറിസ് ഒക്കെ ചെയ്ത് അവസാനം അവരെ കൊണ്ട് എത്തിക്കുന്നത്, കൺവേർട്ട് ചെയ്യിപ്പിക്കുന്നത് റെറ്റിനയിലാണ്. ഓക്കെ, അപ്പൊ നമ്മൾ കുറെ ഡിഫക്ട്സുകൾ ഉണ്ടെന്ന് പറയും. ചിലർക്ക് ഷോർട്ട് സൈറ്റ് ഉണ്ട്, ലോങ് സൈറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞില്ലേ? അതിന്റെ ഒക്കെ കാരണം ഇറ്റ്സ് ബിക്കോസ് ദ ഇമേജ് ഫോംഡ് എന്ന് പറഞ്ഞ കറക്റ്റ് റെറ്റിനയുടെ മുകളിൽ വീഴാത്തത് കൊണ്ടാണ് ഈ ലോങ് സൈറ്റും ഷോർട്ട് സൈറ്റും ഒക്കെ ഉണ്ടാവുന്നത്. കറക്റ്റ് റെറ്റിനയിൽ വന്ന് കൺവേർട്ട് ചെയ്യുന്ന ഒരാൾക്ക് ക്ലിയർ വിഷൻ ആയിരിക്കും. ഓക്കെ, ഫൈൻ.
മിസ് സ്പെക്സ് വെച്ചേക്കുന്ന ഞാൻ വെറുതെ വെച്ചു. വെറുതെ വെച്ചതാ മീൻസ് എനിക്ക് ഇങ്ങനെ ഈ സ്ട്രെയിൻ വരില്ലേ, നമ്മൾ ഈ ലാപ്പ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രെയിൻ വരും. സോ അതിന് വേണ്ടിയാണ് ഞാൻ. അല്ല, എനിക്ക് കണ്ണിന് ഒരു കുഴപ്പമില്ല, പെർഫെക്റ്റ് ആണ്. എനിക്കുണ്ട് സ്പെക്സ്. പക്ഷെ നമ്മൾ ഈ ഒരുപാട് ഈ നമ്മളൊക്കെ കുറെ ലാപ്പൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരല്ലേ. സോ ബെറ്റർ യു കെൻ യൂസ് ഓൾ ദിസ്. ഒരുപാട് വായിക്കുമ്പോഴും കുറെ. നിങ്ങൾ അങ്ങനെ വായിച്ചിരിക്കാറുണ്ടോ? എനിക്കൊക്കെ അതാ പണി. നിങ്ങളൊക്കെ എപ്പോ കിടന്നുറങ്ങും? 11, 11. അതുവരെ നിങ്ങൾ എന്ത് ചെയ്യും? അതൊരു ക്വസ്റ്റ്യൻ ആണ്. ട്യൂഷൻ കഴിഞ്ഞിട്ട് ഹോംവർക്ക്, സ്കൂളിലേക്ക് നാളെ സ്ലിപ്പ് ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ടാവും, ക്ലാസ് എന്തിലൊക്കെ ഉണ്ടാവും. അതുണ്ടാവും. ഓക്കെ. സ്കൂളിൽ നിന്ന് എന്തായാലും. അപ്പൊ എല്ലാരും ബിസിയാണ്. അസൈൻമെന്റ് ഒക്കെ ചെയ്യാനുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാരും ബിസി ആണല്ലോ അല്ലെ? റോക്സിന് എന്തെങ്കിലും പണിയുണ്ടോ? നീ എനിത്തിങ് ടു ഡു? ഒന്നുമില്ല, ഞാൻ വിചാരിച്ചു. ഓക്കെ ഫൈൻ. സോ നീ ബ്ലൈൻഡ് സ്പോട്ടും കൂടി പഠിക്കേ. ബ്ലൈൻഡ് സ്പോട്ട് ഇത് ക്ലിയർ അല്ലേ എല്ലാവർക്കും? യെസ്. ഇനി അടുത്തൊരാളാണ് ബ്ലൈൻഡ് സ്പോട്ട്. ഇതൊന്നും നിങ്ങൾക്ക് സിലബസിലില്ല, പക്ഷെ ഞാൻ എക്സ്ട്രാ പറയുന്നതാണ്. എന്തെങ്കിലും ചോദിക്കുവാണെങ്കിൽ ആ ഐഡിയ ഉണ്ടാവണം. ക്ലിയർ? കാരണം അത് റെറ്റിനയിലുള്ള ഒരു ഭാഗം ആയതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്നത് ലൊക്കേറ്റഡ് ആയിട്ടുള്ളത്, റെറ്റിനയിൽ തന്നെയാണ് ഈ ബ്ലൈൻഡ് സ്പോട്ട് ഉള്ളത്. ഓൺ ദി റെറ്റിന. ഓക്കെ. at the junction, ഏത് ജംഗ്ഷൻ അല്ല, at the junction where optic nerves exits the eye. കണ്ടോ? അപ്പൊ നമ്മുടെ ഒപ്റ്റിക് നെർവ്സിന്റെ പണി എന്താ? ഈ റെറ്റിനയിൽ വന്ന് വീഴുന്ന ഇമേജസിനെല്ലാം കറക്റ്റ് ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സിഗ്നൽസ് ആയിട്ട് എവിടേക്ക് എത്തിക്കും? നമ്മുടെ ബ്രെയിനിലേക്ക് എത്തിക്കുന്ന ആളാണ് ആര്? ഒപ്റ്റിക് നെർവ്സ്. സോ ബ്ലൈൻഡ് സ്പോട്ട് ലൊക്കേറ്റഡ് ആയത് എവിടെ തന്നെയാണ്? റെറ്റിനയിൽ തന്നെയാണ്. എവിടെയാ അതുള്ളത്? ആ ജംഗ്ഷനിലെ ഒപ്റ്റിക് നെർവ്സ് എവിടെയാണോ എൻഡ് ചെയ്യുന്നത് അവിടെയാണ് ആരുള്ളത്? ഓക്കെ. ഇവിടെ എന്താണെന്നറിയോ ഇവിടുത്തെ പ്രശ്നം? ഇവർക്ക് ലാക്ക് ഓഫ് ലൈറ്റ് സെൻസിറ്റീവ് സെൽസ് ആണുള്ളത്. കണ്ടോ? എന്ന് വെച്ചാൽ ആ ഒരു ഭാഗത്ത് എന്തുണ്ടാവില്ല, നമ്മുടെ റോഡ്സും കോൺസും ഒന്നും അത്രയ്ക്ക് ഉണ്ടാവില്ല, വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഓക്കെ. അതുകൊണ്ട് തന്നെ കണ്ടോ നമ്മുടെ ലൈറ്റ് സ്പോട്ടിലല്ലേ മാം? അതെ അതെ, ബ്ലൈൻഡ് സ്പോട്ട്. അപ്പൊ എന്താ സംഭവിക്കുക? എനി image falling on this specific spot cannot be perceived. ക്ലിയർ ആയോ? ആ ഒരു സ്പോട്ടിൽ വീഴുന്ന ഇമേജസ് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അതിനെ പെർസീവ് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ ആയോ? മിസ്സേ, അതിപ്പോ ചില പേഴ്സൺസിനാണ് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും സാധനത്തിലേക്ക് നോക്കുമ്പോ ആ ഒരു ഇമേജ് ബ്ലൈൻഡ് സ്പോട്ടില് ഇങ്ങനെ വരുന്നത് ചില ആൾക്കാരുടെ കണ്ണിന്റെ ഡിഫക്റ്റ് കാരണമാണോ? കണ്ണിന്റെ ഡിഫക്റ്റ് കാരണമാണ്. അല്ലെങ്കിൽ പൊതുവെ നമ്മളെല്ലാവർക്കും ആ പ്രശ്നം ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഇതൊരു പ്രശ്നമുണ്ട്, ബ്ലൈൻഡ് സ്പോട്ട് ആവുന്നത്. ഇപ്പൊ നമ്മൾ ഈ വണ്ടി ഓടിക്കുമ്പോഴൊക്കെ പറയാറില്ലേ, നിങ്ങള് ഈ വണ്ടി ഓടിക്കുമ്പോഴൊക്കെ നമ്മൾ പറയാറില്ലേ, ഈ ഒരു എന്താ പറയാ, ഒരു എന്താ പറയാ, ബ്ലൈൻഡ് സ്പോട്ട് ആണ്, പെട്ടെന്ന് നമ്മളെ കാഴ്ച വരില്ലാത്ത സ്ഥലമാണെന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അതന്നെ. യെസ്, ഇരുട്ടടിച്ചു അല്ലെങ്കിൽ ബ്ലൈൻഡ് സ്പോട്ട് ആവാൻ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് പെട്ടെന്ന് നമ്മുടെ വ്യൂ വരില്ല. കാരണം ഇപ്പൊ നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, നമുക്ക് സൈഡിലേക്കൊന്നും വ്യൂ ഉണ്ടാവില്ല. ഉണ്ടാവോ? നമ്മളിപ്പോ ചുറ്റിലും നമ്മളിപ്പോ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇങ്ങനെ ഈ ഭാഗത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വ്യൂ ഉണ്ടാവില്ല നമുക്ക്, അല്ലെ? യെസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ മിറർ ഒക്കെ നോക്കിയിട്ടാണ്. ബിക്കോസ് ദാറ്റ്സ് എ ബ്ലൈൻഡ് സ്പോട്ട്. നമ്മുടെ കണ്ട ബ്ലൈൻഡ് സ്പോട്ട് ആണ്. അവിടെ നമുക്കുള്ള ഇമേജസ് നമുക്ക് കാണാൻ പറ്റില്ല. ക്ലിയർ ആയോ? യെസ് മിസ്സേ, ഈ ബ്ലൈൻഡ് സ്പോട്ടിന്റെ താഴെ ലാക്ക് ഓഫ് ലൈറ്റ് സെൻസിറ്റീവ് സെൽസ് എഴുതിയിട്ടില്ലേ? അത് കഴിഞ്ഞിട്ട് എന്താ എഴുതിയേക്കണേ? അതാണ് റോഡ്സും കോൺസും. റോഡ്സും കോൺസും ഒക്കെ കുറവായിരിക്കും. യെസ്.
നിങ്ങൾക്ക് നിങ്ങളെ ഈ ഗൂഗിൾ ചെയ്താലൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ ബ്ലൈൻഡ് സ്പോട്ട് ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി, വിൽ ഫൈൻഡ് ഇറ്റ്. അങ്ങനെ കുറെ ടെസ്റ്റുകളൊക്കെ ഉണ്ട്. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലൈൻഡ് സ്പോട്ട് ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ഒരു പ്രത്യേക സ്പോട്ട് വെക്കുക, എന്നിട്ട് നമ്മളെ കണ്ണ് നീക്കുക, അങ്ങനെയൊക്കെ പണ്ട് ചെയ്യാറുണ്ട്. സോ പലതും ഗൂഗിൾ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഇതൊക്കെ ചെയ്ത് നോക്ക്. ഇൻട്രസ്റ്റിംഗ് അല്ലേ? ക്ലിയർ? ഓക്കെ, ഫൈൻ. ഇനി ലാസ്റ്റത്തെ ഒരാളാണ് നമ്മുടെ ഡിസ്ക്രൈബ് ദ റോൾ ഓഫ് റെറ്റിന. അപ്പൊ നമുക്കറിയാം എല്ലാത്തിന്റെയും കാരണക്കാരൻ ആരാണ്? റെറ്റിനയാണ്. ഓക്കെ, സോ ആരാ എനിക്ക് വായിച്ചു തരാം? ഗൗതം ആൻഡ് ഗായത്രി, അല്ലെങ്കിൽ ഗായത്രി എന്ന് വായിച്ചു തരാം. ഡിസ്ക്രൈബ് ദ റോൾ ഓഫ് റെറ്റിന. The retina is a delicate membrane having enormous number of light-sensitive cells. ഓക്കെ, മതി, അത് മതി. അപ്പൊ റെറ്റിന എന്ന് പറയുന്നത് എന്താ? അതൊന്ന് എഴുതിയേ. റെറ്റിന ഇസ് എ ഡെലിക്കേറ്റ് മെംബ്രെയിൻ ഹാവിങ് എന്താണ്? എനോമസ് നമ്പർ ഓഫ് എന്തായിരിക്കും? ലൈറ്റ് സെൻസിറ്റീവ് സെൽസ്. ആ ലൈറ്റ് സെൻസിലെ ഒരാളാണ് നമ്മുടെ റോഡ്സും കോൺസും. ക്ലിയർ ആയോ? യെസ്, ഓക്കെ അല്ലേ? യെസ്, എന്താ ഡൗട്ട്? എനോർമസ് നമ്പർ ഓഫ് ലൈറ്റ് സെൻസിറ്റീവ് സെൽ എന്ന് പറഞ്ഞാല് ഒരുപാട് റോഡ്സ് കോൺസ് ഉണ്ടെന്നാണോ, അതോ റോഡ്സും കോൺസും കുറെ ഉണ്ടെന്നോ? അല്ല, അതിൽ റോഡ്സും കോൺസും എന്ന് പറയുന്നത് കുറെ ഉണ്ടെന്ന്. റെറ്റിന ഇറ്റ്സെൽഫ് ലൈറ്റ് സെൻസിറ്റീവ് സെല്ലാണ്. അതിന്റെ ഉള്ളിലുള്ള ആളാണ് നമ്മുടെ റോഡ്സും കോൺസും. ക്ലിയർ ആയോ? അപ്പൊ റോഡ്സും കോൺസും തന്നെ ഒരുപാട് ഉണ്ടെന്നാണോ? അതെ, ഒരുപാട് ഉണ്ടാവും. ഒരുപാട് റോഡ്സ് ആൻഡ് കോൺസ് ഉണ്ടായിരിക്കും. ഇത് സെല്ലുകളല്ലേ, അപ്പൊ കൊറേ ഉണ്ടായിരിക്കും. ക്ലിയർ? ഓക്കെ. ഓക്കെ. നമ്മൾ പറയുന്നത് ഒരു 120 മില്യൺ റോഡ്സും 6 മില്യൺ കോൺസും ഉണ്ടെന്നാ പറയുന്നത് നമ്മുടെ കണ്ണില്. ക്ലിയർ ആയോ? ഓക്കെ, ഒരു ആറ്റം പോലെ വളരെ ചെറുതായിരിക്കും. വളരെ ചെറുതായിരിക്കും. അതെ, നമ്മളിപ്പോ ആലോചിച്ച് നോക്കല്ലേ, നമ്മുടെ ഈ കണ്ണിലാണ്. കണ്ണിന്റെ ഉള്ളിൽ ഇത്രയും സെല്ലുകൾ ഉണ്ടെങ്കിൽ ബാക്കിയുള്ളതൊക്കെ ആലോചിച്ച് നോക്കൂ. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് അല്ലേ? യെസ്. ഇനി അടുത്തത് വായിച്ചോ. Next, who will read this for me? Sarah, honey, just read the second point. The light sensitive cells get activated upon illumination and generate electrical signals. Okay, അപ്പൊ എന്ത് ചെയ്യും? ഈ ലൈറ്റ് വന്ന് വീഴുന്ന സമയത്ത് നമ്മുടെ ഈ റെറ്റിനയിലുള്ള, I think we already know that there are many light sensitive cells over there. ആ ലൈറ്റ് സെൻസിറ്റീവ് സെൽസ് ഗെറ്റ്സ് ആക്ടിവേറ്റഡ് ആവും. എന്നിട്ട് അവർ എന്ത് ജനറേറ്റ് ചെയ്യും? ദേ വിൽ ജനറേറ്റ് ഇലക്ട്രിക്കൽ സിഗ്നൽസ്. എന്ത് ചെയ്യും? ഇലക്ട്രിക്കൽ സിഗ്നൽസിനെ ജനറേറ്റ് ചെയ്യും. ഓക്കെ, പല്ലവി, റീഡ് ദ ലാസ്റ്റ് പോയിന്റ്. പല്ലവി ഉണ്ടോ? അഷ്ടമി ഉണ്ടോ? അസ അൻവർ ഉണ്ടോ? ശ്രീലക്ഷ്മി ഉണ്ടോ? Okay. Okay. Anwar, Sadat, Azza, read the third point. Third point, വായിക്ക്. These impulses are transmitted through the optic nerve to the brain, where the image is interpreted. Okay. So what happened? After that, electrical signals എന്തിലേക്ക് ട്രാൻസ്മിറ്റ് ആവുന്ന? ബ്രെയിനിലേക്ക് ത്രൂ ഒപ്റ്റിക് നെർവ്സിലൂടെ. ഓക്കെ, അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇമേജസ് എല്ലാം ഇന്റർപ്രറ്റഡ് ആവുന്നത്. ക്ലിയർ ആയോ? സെക്കൻഡ് പോയിന്റ് ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? ഓക്കെ. The thing is, retinal ഒരുപാട് light sensitive cells ഉണ്ട്. You know that. So when the lights are coming and falling over that, what will happen? The sensitive we already know that there are many light sensitive cells. And that cells will get activated ആവും. കാരണം ഈ ലൈറ്റ് വന്ന് വീഴുമ്പോൾ. എന്നിട്ട് എന്ത് ചെയ്യും? വന്ന് വീഴുന്ന സമയത്ത് സിഗ്നൽസ് ജനറേറ്റ് ചെയ്യും. സിഗ്നൽസ് ജനറേറ്റ് ചെയ്ത് ആ സിഗ്നൽസ് ആണ് എന്തിലേക്ക് ട്രാവൽ ചെയ്യുന്ന? ഒപ്റ്റിക് നെർവ്സ് വഴി ബ്രെയിനിലേക്ക് പോകുന്നത്. അങ്ങനെ ബ്രെയിനിൽ എത്തിയാൽ മാത്രമാണ് നമ്മൾ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിട്ട് ഫോം ചെയ്തിട്ടുള്ള നമ്മുടെ റെറ്റിനയിലുള്ള ഇമേജസ് നമ്മുടെ ബ്രെയിൻ ഇന്റർപ്രറ്റ് ചെയ്തിട്ടാണ് നമുക്ക് എങ്ങനെ കിട്ടുന്ന ഒരു ഇറക്റ്റ് ആയിട്ടുള്ള ഒരു ഇമേജ് ആയി മാറുന്നത്. ക്ലിയർ? യെസ്, ഇത് ഓക്കെ അല്ലേ? ഇലക്ട്രിക് സിഗ്നൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യോ? അതെ, ഇലക്ട്രിക് സിഗ്നൽസ് ആയിട്ട്. റെറ്റിനയിൽ നിന്ന് റെറ്റിനയുടെ പണി എന്ന് പറയുന്നത് ഇതെല്ലാം റെറ്റിനയുടെ മോള് വന്ന് വീഴും. റെറ്റിന എന്ത് ചെയ്യും? ഇതിനൊക്കെ നമ്മൾ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആക്കി മാറ്റും. എന്നിട്ട് ഒപ്റ്റിക് നെർവ്സ് വഴി എന്ത് ചെയ്യുന്നു? ബ്രെയിനിലേക്ക് എത്തിക്കുന്നു. എന്നിട്ട് അവർ ഇന്റർപ്രറ്റ് ചെയ്യുന്നു. ക്ലിയർ?
അങ്ങനെയാണ്. അപ്പൊ റെറ്റിന പ്ലേസ് എ വെരി ഗുഡ് റോൾ. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ ഡൗട്ട്സ്? ഈ ഭാഗത്ത് വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മേക്ക് ഷുവർ ദാറ്റ് ക്ലിയർ ഇറ്റ് ടുഡേ ഇറ്റ്സെൽഫ്. മാം ഇന്നത്തെ കഴിഞ്ഞോ മാം? അല്ല, ഇന്നത്തെ ഇനി ക്വസ്റ്റ്യൻസ് ചെയ്യാം നമുക്ക്. വേറെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യണം. ഡൗട്ട്സ് മിസ്സിന് എക്സാം ഉണ്ടോ? ഇല്ല, ഇന്ന് വർക്ക്ഔട്ട് സെഷൻ അല്ലേ, ഇന്ന് എക്സാം. ഇനി ആർക്കെങ്കിലും ഉണ്ടോ ഈ ഡൗട്ട്സ്? മിസ് ഇത് മാറ്റല്ലേ? ഇല്ല മാറ്റില്ല. മിസ്സേ, അതെ, ഇപ്പൊ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണല്ലോ കറക്റ്റ് ആയിട്ട് ആ ഒബ്ജക്റ്റിന്റെ ലൈറ്റ് റെക്റ്റിനയിലേക്ക് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോ ഇപ്പൊ ഒരാളുടെ കണ്ണിന് ഡിഫക്റ്റ് ഉണ്ടെന്ന് വെച്ചാൽ ആളുടെ ലെൻസിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നാണോ ഉദ്ദേശിക്കുന്നത്, അതോ സിലിയറി മസിൽസിനോ? അല്ല, അത് പല കാരണങ്ങൾ കാരണമായിരിക്കും. എന്ന് വെച്ചാല് ഇപ്പൊ ചില ആൾക്കാർക്ക് അടുത്തുള്ള ഒബ്ജക്ട്സിനെ കാണാൻ പറ്റില്ല, നിയർ ബൈ ഒബ്ജക്ട്സ്. ചിലർക്ക് ദൂരെയുള്ള ഒബ്ജക്ട്. കാരണം എന്താ വെച്ചാല് നമ്മുടെ ഈ ഇമേജസ് ഒക്കെ കറക്റ്റ് ആയിട്ട് വന്ന് വീഴുന്നത് റെറ്റിനയിലാണ്. റെറ്റിനയിലാണ് വന്ന് വീഴും. പക്ഷെ ഇവരെന്ത് ചെയ്യത്തില്ല, റെറ്റിനയിൽ കറക്റ്റ് ആയിട്ട് വന്ന് ചിലപ്പോ ഇതിന്റെ മുന്നിലായിരിക്കും വീഴും, അതായത് പുറകിലായിരിക്കും വീഴും. ക്ലിയർ ആയോ? അത് നമ്മുടെ കണ്ണിന്റെ പ്രശ്നമാണ്. ചിലപ്പോ ഐബോൾ വലുതായിട്ടായിരിക്കും, അല്ലെങ്കിൽ സിലിയറി മസിൽസ് വീക്ക് ആവാന്നുള്ള കണ്ടീഷനൊക്കെ പ്രായമായി കഴിഞ്ഞാൽ ഉണ്ടാവുക. ലൈക്ക് ഓൾഡ് പീപ്പിൾസിനാണ് കൂടുതലും സിലിയറി മസിൽസ് വീക്ക് ആവുന്ന കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവുക. നമ്മൾ കേട്ടിട്ടില്ലേ, കാറ്ററാക്ട് സർജറി ഒക്കെ കേട്ടിട്ടില്ലേ? നമ്മള് ഈ കാറ്ററാക്ട് സർജറീസ് ഒക്കെ ചെയ്യില്ല, അതൊക്കെ അങ്ങനത്തെ ഒരു അവസ്ഥ. കാരണം അവർക്കൊരു ബ്ലേർഡ് ആയിട്ട് തോന്നും. അങ്ങനത്തെ കേസസ് ഉണ്ട്. ഓക്കെ, ഈ അല്ലാത്തത് ഈ ഷോർട്ട് സൈറ്റും ലോങ് സൈറ്റും ഒക്കെ കാരണം ഐബോൾ ചെറുതായിട്ടോ അല്ലെങ്കിൽ എന്താ പറയാ എക്സസീവ് കർവേച്ചറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കും. അപ്പൊ നമ്മൾ എന്തെങ്കിലും പ്രോപ്പർ ആയിട്ടുള്ള ലെൻസ് യൂസ് ചെയ്തിട്ട് അത് കറക്റ്റ് ചെയ്യും. നെഗറ്റീവ് ആണെങ്കിൽ ഒരാളായി പവർ എന്താണ് നെഗറ്റീവ് ആവാം. യെസ്, നെഗറ്റീവ് ഐ പവർ വരാം. അത് 5 ഒക്കെ ബാഡ്. അതാണ്. അപ്പൊ ആ നെഗറ്റീവ് ആയി ഇപ്പൊ നമ്മളിപ്പോ പറയില്ലേ -5 ഡയപ്റ്റർ 5D എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതും അല്ലെ? അങ്ങനെയല്ലേ ചോദിക്കുന്നേ അല്ലേ? എന്താണ് അസാ ചോദിച്ചിട്ട് അങ്ങ് പോയോ? ഈ നെഗറ്റീവ് ഐ പവർ എന്ന് പറയുന്നത് മിക്ക ആൾക്കും മയോപ്പിയ ആയിരിക്കും കണ്ടീഷൻ. മനസ്സിലായോ? ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ ഐ ലെൻസിൽ വരുന്ന ഫോം ചെയ്യുന്ന ഇമേജ് റെറ്റിനയുടെ മുമ്പിലായിരിക്കും ഉണ്ടാവുക. ക്ലിയർ ആയോ? അപ്പൊ അങ്ങനെ ഉണ്ടാവുമ്പോ ആ റെറ്റിനയെ ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മൾ അതിൻ്റെതായിട്ടുള്ള ലെൻസ്, കോൺവെക്സ് കോൺകേവ് ലെൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യിപ്പിച്ച് റെറ്റിനയുടെ മുകളിലേക്ക് തന്നെ വീഴ്ത്തും. ഇപ്പൊ നിങ്ങളെ കണ്ണട യൂസ് ചെയ്യുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും എത്ര പവർ എന്ന് ചോദിച്ചാൽ എത്ര ഡയോപ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി +2 -2 അല്ലെ? അങ്ങനെയൊക്കെ എഴുതി കണ്ടിട്ടോ. 0.75 എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടാവും. എനിക്ക് -4.75. -4.75. ഓക്കെ, ഫൈൻ. അപ്പൊ ഏത് ലെൻസ് ആണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ ഉണ്ടാവും. ഓക്കെ, സോ അതാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പൊ നമുക്ക് തരും ഇനി അടുത്തൊരു Day 2 സെഷനിൽ വിൽ സ്റ്റഡി ദാറ്റ്. നമുക്കൊരു ഇത്ര പവറാ തരും. സോ ദേ വിൽ ആസ്ക് യു വാട്ട് കൈൻഡ് ഓഫ് എ ലെൻസ് യു ഹാവ് ടു യൂസ് ടു കറക്റ്റ് ഇറ്റ്. അങ്ങനത്തെ ഒക്കെ ചോദ്യങ്ങളാണ് നമുക്ക് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞില്ലേ പ്രോബ്ലംസ് ഉണ്ടാവുന്നു. സോ വിൽ ഡു ദാറ്റ്. അതാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ക്ലിയർ? ഓക്കെ, ഇതിപ്പോ നിങ്ങൾ ഡൗട്ട്സ് ചോദിക്കുന്നത് Day 2 സെഷനാണ്. Day 2 സെഷനിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. നമുക്ക് മെയിൻലി നമുക്കുള്ള ഡിഫക്ട്സുകൾ മയോപ്പിയ, ഹൈപ്പർമെട്രോപ്പിയ, പ്രസ്ബയോപ്പിയ ഒക്കെയാണ്. അതിൽ മെയിൻ ആയിട്ട് ഉണ്ടാകുന്ന ഡിഫക്ട്സ് ഹൈപ്പർമെട്രോപ്പി, മയോപ്പിയ ആണ് നമ്മൾ സാധാരണ ആൾക്കാർക്ക്. പ്രസ്ബയോപ്പിയ എന്നൊക്കെ പറയുന്നത് ലൈക്ക് ഓൾഡ് പീപ്പിളിനെ, പ്രായമുള്ളവർക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. ദാറ്റ്സ് ഡ്യൂ ടു ഗ്രാജുവലി വീക്കനിങ് ആയിരിക്കും. സിലിയറി മസിൽസിന് വീക്കനിങ് കാരണമായിരിക്കും അവർക്ക് അത് ഉണ്ടാവും. ഓക്കെ, ഇനി ആരെങ്കിലും ഉണ്ടോ? എനിവൺ എൽസ്? എന്തെങ്കിലും ഡൗട്ട്സ്? Those who are not there for yesterday's class, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഈ ചാപ്റ്റർ? Are you getting it, Shreyas? All? Yes, ma'am. മനസ്സിലാവുന്നു. കുഴപ്പമില്ലല്ലോ? ഇല്ല. പിന്നെ മറ്റേ പുതിയ ട്വിൻസ് അവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്താണ്? എന്നെയാണോ വിളിച്ചത്? ആരാ? എന്നെ ആരാ? ഏത് എന്നെ? Who's that?
അൽഫോൺസ്. ആ നിന്നെ ഞാൻ വിളിച്ചില്ല അൽഫോൺസേ. നിനക്ക് ഡൗട്ട് എന്റെ എന്തെങ്കിലും ഉണ്ടോ അൽഫോൺസേ? ഇല്ല എന്റെ വോളിയം കുറവായിരുന്നു, അപ്പൊ ഞാൻ എന്നെ വിളിച്ചോളൂ ചോദിച്ചു. ഓഫ്, ആത്മാർത്ഥത അങ്ങ് ഭയങ്കര അൽഫോൺസിനോട് ഞാൻ നിർത്തി ചോദിക്കണേ. അൽഫോൺസിനോട് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കണോ? അൽഫോൺസ് കുറെ ക്വസ്റ്റ്യൻ ഉണ്ട്, വേണം ചോദിക്കണോ? വേണം താല്പര്യമില്ല? ചോദിക്കാം. വേണേ ചോദിക്കാം, നമുക്ക് ഇഷ്ടം പോലെ ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം. ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അൽഫോൺസ് ഇപ്പൊ ഇങ്ങനെ വന്നിട്ട് ചോദിച്ച സ്ഥിതിക്ക് അൽഫോൺസിനെ ഓക്കെ. ക്വസ്റ്റ്യൻ ഇതാണ്. എന്താണ്? അല്ല വേണ്ട അൽഫോൺസ്, ഏതായാലും ഇപ്പൊ തന്നെ നീ ചോദിച്ച സ്ഥിതിക്ക് എഴുതാം. ഞാൻ ചോദിക്കുന്നതാണ്, ഈ വേരിയബിൾ ഫോക്കൽ ലെങ്ത് ഓഫ് ദി ഐലൻഡ്സ്. ക്വസ്റ്റ്യൻ ഇതാണ്, വേരിയബിൾ ഫോക്കൽ ലെങ്ത് ഓഫ് ദി ഐലൻഡ്സ് ഇസ് റെസ്പോൺസിബിൾ ഫോർ ഡാഷ്. എന്തിനാ റെസ്പോൺസിബിൾ ആവുക? വേരിയബിൾ ഫോക്കൽ ലെങ്ത്, ഒരു ഐലൻഡ്സിന്റെ വേരിയബിൾ ഫോക്കൽ ലെങ്ത് എന്തിനാണ് റെസ്പോൺസിബിൾ? ഓ, ഞാൻ വെറുതെ വഴിക്ക് വന്നാ തോന്നുന്നില്ലേ അൽഫോൺസേ? അല്ലേ? ഇറ്റ്സ് വെരി സിമ്പിൾ. ദാറ്റ്സ് കോൾഡ് ആസ് ദി പവർ ഓഫ് അക്കോമഡേഷൻ. പഠിക്കണേ, ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ദേ വിൽ ആസ്ക് യു വേരിയബിൾ ഫോക്കൽ ലെങ്ത് ഓഫ് ദി ഐ ഇസ് റെസ്പോൺസിബിൾ ഫോർ വാട്ട്? ഇറ്റ്സ് ഫോർ accommodation of eye. Clear ആയോ? സോ വേരിയബിൾ ഫോക്കൽ ലെങ്ത് എന്നൊക്കെ പറയുമ്പോ അപ്പൊ ഓർമ്മ വരണം എന്ത്? അക്കോമഡേഷൻ. ക്വസ്റ്റ്യൻ ഒന്നാണ് പറയൂ. ഓക്കെ, എഴുതിക്ക്. ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ എഴുതി തരാം. ഈ ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതിക്കേ. വേരിയബിൾ focal length of eye lens is responsible for എന്തായിരിക്കും accommodation of eye. എനിക്ക് ഈ ക്വസ്റ്റ്യൻ മനസ്സിലായില്ല. എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞില്ലേ ഫോക്കൽ ലെങ്ത് ഐലൻസ് യൂസ് ചെയ്തിട്ട് ഫോക്കൽ ലെങ്ത് വേരി ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞില്ലേ. ആ വേരി ചെയ്യുന്നത് എന്താ പ്രോസസ്സിന്റെ പേര്? ദാറ്റ്സ് നോൺ ആസ് ദി അക്കോമഡേഷൻ ഓഫ് ഐ, പവർ ഓഫ് അക്കോമഡേഷൻ ഓഫ് ഐ. അതല്ലേ നമ്മുടെ ഈ സാധനം? യെസ്, നമ്മുടെ കണ്ണിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ലേ ഫോക്കൽ ലെങ്ത് വെച്ചിട്ട്. ക്ലിയർ? അത് ഷോർട്ട് ആക്കണോ അല്ലെങ്കിൽ നമുക്ക് ദൂരത്തുള്ളത് കാണണോ അടുത്തുള്ളത് കാണണോ എന്നുള്ളതൊക്കെ നമുക്ക് എത്ര അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യുന്ന ആളൊക്കെ നമ്മുടെ ഫോക്കൽ ലെങ്ത് ആണ്. ഫോക്കൽ ലെങ്ത് ഇസ് ഡൂയിങ് ഓൾ ദി അഡ്ജസ്റ്റ്മെന്റ്സ്. ഞാൻ പറയും. ഓക്കെ, എന്താ നിശാല എണ്ണി തുടങ്ങിയോ? എന്താ നിശാല നീ എണ്ണി തുടങ്ങിയേ? മടുത്തോ? ചെറുതായിട്ടല്ലേ? ഇനി ഒരു ചെറിയൊരു സാധനം കൂടിയുള്ളത്, പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പറ നിശാല, പറ നിന്റെ പ്രശ്നങ്ങൾ പറ നിശാല. ഒന്നുമില്ല? എന്ത് പറയുന്നേ? വാട്ട് ആർ യു ടെല്ലിംഗ് നിശാല? ഐ എം നോട്ട് ഗെറ്റിംഗ് ഇറ്റ്. ഓക്കെ, നിങ്ങളൊക്കെ ഹാപ്പിയസ്റ്റ് മൊമെന്റ് എന്താ? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ ചെയ്യാൻ? ഓരോരുത്തരും അടുത്തായിട്ട് പറയും. ആയിഷ്ണി തുടങ്ങിക്കും. അതല്ലടോ ചോദിച്ചത്. ഐ എം നോട്ട് ആസ്കിങ് യു ദാറ്റ്. ഞാൻ ഒരു സ്റ്റുഡന്റിന്റെ ചോദിച്ചേ, ലൈക്ക് ഒരു സെഷനില് ഐ വാസ് ആസ്കിങ് ദം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണ്, വാട്ട് മേക്സ് യു ഹാപ്പി എന്ന് വെച്ചപ്പോ ഒരു കുട്ടി എന്നോട് പറയുന്നത് പഠിക്കുന്നതാണ്. ഓക്കെ, അത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആൻസർ ആണ്. പക്ഷെ അവനെ പഠിക്കാനൊന്നും ഇഷ്ടമില്ല, പക്ഷെ ഇവൻ വെറുതെ പറഞ്ഞാണ്. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു ആൻസർ കിട്ടുന്നത്. പഠിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അങ്ങനെ വല്ല ആൾക്കാരും ഉണ്ടോ പഠിക്കുന്നതാണ് ഇഷ്ടം എന്ന് പറയുന്ന ആൾക്കാർ? ഇല്ല. അതാണ് ഈ ചെറുതായിട്ട്. അത് മിക്കവാറും അൽഫോൺസ് ആയിരിക്കും. അൽഫോൺസ് അല്ല. then who told me ചെറുതായിട്ട്? ചെറുതായിട്ട് പഠിച്ച ആൾ അടുത്ത സെഷനിൽ വരുമ്പോ
മറ്റേ ഞാൻ പറഞ്ഞില്ലേ ഈ കോൺവെക്സ് ലെൻസ് കോൺകേവ് ലെൻസ് ഒക്കെ അതിന്റെ എല്ലാ സൈൻ കൺവെൻഷനും പഠിച്ചിട്ട് വന്നു. നിന്നോടായിരിക്കും ഫുൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക കേട്ടോ. ഓക്കെ, ഗുഡ്. പക്ഷെ ഞങ്ങൾക്ക് പഠിക്കുന്ന ഇഷ്ടം. പഠിക്കുന്നത് നിനക്ക് ഇഷ്ടാന്നല്ലേ പറഞ്ഞേ? ആ അപ്പൊ നീ പഠിച്ചിട്ട് വരണം. That's it. എനിക്ക് സത്യമായിട്ട് ക്രിക്കറ്റ് കളിക്കാം. ഓക്കെ ഓക്കെ ഫൈൻ. ഞാൻ ഇത് പിന്നെയും പറയാണ്, അടുത്ത സെഷനില് സ്റ്റഡി ആൻഡ് കം ടോ, കാരണം നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യണം. സോ മേക്ക് ഷുവർ ദാറ്റ് യു അണ്ടർസ്റ്റുഡ് ദാറ്റ്. എന്താ പഠിക്കേണ്ട, എന്ത് പഠിക്കാനാ പറഞ്ഞേ? ലൈറ്റിന്റെ ചാപ്റ്ററിലെ റിഫ്രാക്ഷന്റെ ഭാഗത്തിലെ സൈൻ കൺവെൻഷൻസ്, യു എന്താ, വി എന്താ, അതൊക്കെ. ഓക്കെ, സോ ഒരു പോയിന്റും കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. അടുത്ത ഈ ഒരു ചാപ്റ്ററിലെ ഈ ഒരു ഭാഗത്തുള്ള പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. യെസ്, എന്ന് വെച്ചാൽ നമ്മുടെ ഐസിനൊരു എബിലിറ്റി ഉണ്ട്. എന്താണ്? ടു റെറ്റിന, എന്താണ്? ഇമേജിനെ ഒരു കുറച്ച് സെക്കൻഡ് എങ്കിലും പിടിച്ചു നിർത്താം. എന്നുവെച്ചാല് ആ ഒബ്ജക്റ്റ് റിമൂവ്ഡ് ആണെങ്കിൽ പോലും നമ്മുടെ കണ്ണിൽ എത്ര നിൽക്കും? ഒരു ചെറിയ സെക്കൻഡ്സിൽ അതങ്ങ് പെർസിസ്റ്റ് ചെയ്ത് നിൽക്കും. ക്ലിയർ ആയോ? മനസ്സിലായോ? മനസ്സിലായില്ല? ഇങ്ങനെ ഒരു പോയിന്റിലോട്ട് നോക്കി ആ വ്യക്തിയുടെ ഫോട്ടോ ഇങ്ങനെ വോളിൽ കാണാൻ പറ്റും, അതാണോ? അതല്ല, ഇതെന്ന് പറയുന്നത് ചിലപ്പോ നമ്മുടെ ഇമേജ്, അപ്പൊ നമ്മളൊരു ഇമേജ് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ്. ഓക്കെ, ലൈക് ഇഫ് ഐ എം സീയിങ് ആൻ ഇമേജ്, അപ്പൊ അത് ചിലപ്പോൾ നീക്കി കളഞ്ഞാൽ പോലും ചിലപ്പോൾ നമ്മുടെ ആ വിഷനിൽ വളരെ കുറച്ച് സെക്കൻഡ്സിൽ അതിങ്ങനെ നിൽക്കും, പെർസിസ്റ്റ് ചെയ്ത് നിൽക്കും. ഓക്കെ, ആക്ച്വലി അത് 1/16 സെക്കൻഡ്സ് ഒക്കെ നിൽക്കുള്ളൂ. 1/16 എന്നാണ്, ഇറ്റ്സ് ടു സ്മോൾ കേട്ടോ. അപ്പൊ നമ്മൾ എങ്ങനെ പറയാ? പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്നത് ഐസ് എബിലിറ്റി ടു റെറ്റിന ആൻഡ് ഇമേജ്, അല്ലെങ്കിൽ ലൈക് ഇത് എന്താ പറയാ, ആ ഒരു കുറച്ച് നേരം റഫ്ലി ഒരു 1/16 സെക്കൻഡിലെങ്കിലും അതിന് പെർസിസ്റ്റ് ചെയ്ത് നിർത്തിക്കാം. ഈവൻ ഓഫ് ദ ഇമേജസ് ബി ലൈക്, ഈവൻ ഓഫ് അത് നമ്മൾ എന്ത് ചെയ്യുന്ന സ്റ്റിമുലസ് അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റ് റിമൂവ് ചെയ്തെങ്കിൽ പോലും ഇത്ര സെക്കൻഡ്സ് അത് നമ്മുടെ കണ്ണിൽ എങ്ങനെ നിൽക്കും, പെർസിസ്റ്റ് ചെയ്യും. അതൊരു ഇല്യൂഷൻ ആണ്, ഇറ്റ്സ് ഇല്യൂഷൻ കേട്ടോ. യെസ്, സോ ഇതൊക്കെ ചിലപ്പോൾ ചോദിക്കും, ഇതൊക്കെ എന്തിനാന്ന് ചോദിക്കണമെന്ന് വെച്ചാൽ ഇതൊക്കെ ചിലപ്പോൾ എക്സാമിന് ചോദിക്കാറുണ്ട്. ഡെഫിനിഷൻ എന്താ? നിങ്ങൾ എഴുതിക്കോ. യു വാണ്ട് ദ ഡെഫിനിഷൻ, റൈറ്റ് ഡൗൺ ദ ഫിനോമിനൻ. എഴുതിക്കോ, the phenomenon that allows the image formed on the retina to remain imprinted therefore 1/16 of a second after the object is removed from the eyes. ഓക്കെ, ഈവൻ ഇഫ് ആ ഒബ്ജക്റ്റ് റിമൂവ് ചെയ്തെങ്കിൽ പോലും ഒരു 1/16 സെക്കൻഡിൽ എന്താവും, ആ നമ്മുടെ റെറ്റിനയിൽ ആ ഒരു ഇമേജ് ഇംപ്രിന്റഡ് ആയിട്ട് കിടക്കും. ഓക്കെ ആണോ? അപ്പൊ ഇതൊക്കെ ഓർമ്മയുണ്ടാവണം. ഇംപ്രിന്റഡ് ഇത് ശരിക്കും സിലബസിലുള്ള ഒന്നല്ല, എക്സ്ട്രാ ആണ്. അതുകൊണ്ടാണ് ഞാനിത് പവർ പോയിന്റ് എടുത്ത് തരാതിരുന്നത്. ജസ്റ്റ് ഒരു എക്സ്ട്രാ തിങ്, ജസ്റ്റ് എവിടെയെങ്കിലും ഒക്കെ നോട്ട് ചെയ്താൽ മതി. എങ്ങാനും ചോദിക്കുവാണെങ്കിൽ ആ ഒരു ഐഡിയ ഈ 1/16 നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ക്ലിയർ? ഓക്കെ, 1/16 of a second after the object is removed from the eyes. പാർവതി കഴിഞ്ഞു, പൊന്നി ഉറങ്ങാട്ടോ. എന്ത് വിഷയമാണ് മാം ഹെഡിങ് കൊടുക്കേണ്ടത്? എന്താണ് എൻഡ് ഓഫ് വിഷൻ ഹെഡിങ്? പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. ഓക്കെ മാം. ഇതൊക്കെ ചോദിച്ചാലേ എവിടെന്നെങ്കിലൊക്കെ എഴുതി വെക്കാം കേട്ടോ.
എങ്ങനെ ചോദിച്ചാലോ. ഓക്കെ, ഇനി വേറെ ഡൗട്ട്സുകളോ വേറെ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ദിസ് സെഷൻ ഇസ് ഓവർ. ഓക്കെ, ക്ലിയർ? പഠിച്ചു വന്നുതരിക. Then it will be easy. ഞാൻ റിപ്പീറ്റഡ്ലി പറയുവാണ്. മേക്ക് ഷുവർ ദാറ്റ് യു സ്റ്റഡി ദിസ് ടോപ്പിക്സ്. ഈ ടോപ്പിക്സിന് ഇനി ഈ ചാപ്റ്റർ ഇതായിട്ട് വേറെ യങ് പീപ്പിളിന് പ്രസ്ബയോപ്പിയ ഉണ്ടാവാനുള്ള ചാൻസസ് കുറവാണ്. ബട്ട് ദർ ആർ ചാൻസസ്. ഓക്കെ, ഫൈൻ. ഇനി എന്തെങ്കിലും ഉണ്ടോ? എനിത്തിങ് ടു ആസ്ക്? No, ma'am. Nothing. അപ്പോ ഇതൊക്കെ നന്നായി റിവൈസ് ചെയ്യുക. നോട്ട്സ് ഒക്കെ കിട്ടിയെന്ന് ഉറപ്പ് വരുത്തുക. മേക്ക് ഷുവർ ദാറ്റ് യു ഗോട്ട് യുവർ നോട്ട്സ്. പവർ പോയിന്റും മറ്റേ ക്യാപ്സ്യൂൾസ് ഒക്കെ കിട്ടിയെന്നുള്ളത് ഉറപ്പ് വരുത്തുക. ക്ലിയർ? യെസ്. Yes, ma'am. Then you can. Okay, അങ്ങനെയല്ല then you can leave. ട്ടോ. Thank you. Bye then. Good night. Bye, ma'am. Good night. Bye. Night. Bye. Bye, ma'am. Good night. Bye. എന്താ നിശാലെ, പോകുന്നൊന്നുമില്ലേ? ഓക്കെ, പഠിച്ചിട്ട് വരണേ.